യൂണിഫോം ഞങ്ങളുടെ അടുത്ത് തന്നെ മേടിക്കണം. അതിന് എക്സ്ട്രാ പേ ചെയ്യണം. അതും ഈ മാസത്തിനാണ്. ഓൺലി 20% മാത്രമുള്ള സാറ് ചെക്ക്. ബാക്കിയെല്ലാം കാശ് കിടക്കണം. ഓക്കെ നെക്സ്റ്റ് നീറ്റ് അല്ലേ? തരൂ. Sin square x plus cos square x is equal to sin square x plus cos square x 1 minus sin square x. If f of x is equal to cos square x, then f2022 is how much? ഈ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇതാണ് ഹോംവർക്ക്. പ്ലീസ് റൈറ്റ് ഡൗൺ. മൺഡേ വരുമ്പോൾ കൊണ്ടുവരണം. ക്ലാസ് കഴിഞ്ഞോടാ? എടുത്ത എന്നെ ഒന്നും മനസ്സിലായിട്ടില്ല. പോരാഞ്ഞിട്ട് ഹോംവർക്കും. എന്താ ചെയ്യുന്നതെന്ന് പറയൂ. അവി ഇതിൽ ഒപ്പിട്ടേക്ക്. ആരാമ്മ അങ്ങേര്? നമ്മുടെ വീഡിയോ ഷോപ്പ് വിൽക്കാൻ പോവാ. എന്തിന്? അതെന്താന്ന് ചോദിച്ചാ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയുന്നേ? ആ നീ വാങ്ങിച്ച മാർക്കിനും നിന്റെ ഈ പഠിപ്പിനും എഞ്ചിനീയറിംഗ് സീറ്റ് ഉറപ്പായിട്ടും കിട്ടില്ല. പക്ഷെ മേടിക്കാതെ പറ്റില്ലല്ലോ. കാശ് എവിടുന്ന് വരും? എന്തെങ്കിലും വിൽക്കാതെ പറ്റില്ല. നാളെ ചെന്നിട്ട് കടയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കേ. ഈ നാട്ടിലെ ആദ്യത്തെ വീഡിയോ ഷോപ്പ് ഇതായിരുന്നു. ഇപ്പൊ ബാക്കിയുള്ള ഒരേ ഒരു വീഡിയോ ഷോപ്പ് ഇതാ. ഇനിയിപ്പോ ഇതുമില്ല. അതും ഞാൻ കാരണം. വിഷമിക്കാതെ അളിയാ, നീ ഒരു നല്ല എഞ്ചിനീയർ ആവാൻ വേണ്ടിട്ടല്ലേ വെക്കുന്നേ. എത്ര ദിവസമായിട്ട് കട തുറന്നിട്ട് ഇത്ര വേസ്റ്റ്. എടാ അബി, നിന്റെ മുത്തശ്ശന്റെ കളക്ഷൻസ് കണ്ടാ? ഓടാ, പുള്ളിയുടെ ഒന്നും ആവില്ല. അഭിനയിക്കാതെടാ. എടാ വെരി റയർ കളക്ഷൻ ആടാ. ഇന്റർനെറ്റിൽ പോലും കിട്ടില്ലടാ. എന്നാ പിന്നെ ഇവിടെ തപ്പി നോക്കാം. ആ ഇതെന്തോന്നാടാ? ഇതെന്തോന്നാടാ? ഒളിപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നു. തന്നെ നോക്കട്ടെ. ഏതെങ്കിലും ഹീറോയിന്റെ ബ്ലൂ ഫിലിം ആയിരിക്കും. ഹീറോയിന്റെ ഇല്ലേ, അതോടെ സെപ്പറേറ്റ് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ. അതെയാ? ആ ടി വി എടുത്തോണ്ട് പോടാ. സൗണ്ട് കുറക്കടാ, വോളിയം കുറക്ക്. എടാ ആരാടാ? ഹീറോ. എന്താടാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നേ? മിണ്ടാതിരി, ഇത് വിന്റേജ് ആടാ. ഡയറക്റ്റ് കാര്യത്തിലൊന്നും കിടക്കില്ല. മെല്ലെ മെല്ലെ ഓരോരുത്തരായിട്ട് വരും. ഫസ്റ്റ് സ്റ്റോറി, പിന്നെ സ്ക്രീൻ പ്ലേ, അതിനുശേഷമാണ് സീന്. അതല്ലേ കിക്ക്. എത്ര നേരടാ? ഒന്ന് ഫോർവേഡ് ചെയ്യടാ. ഒരു മിനിറ്റ്, റിവേഴ്സ് ചെയ്തേ, പോസ് ചെയ്തേ. ഡാ, ഇതെന്ന് ക്ലാസ്സിൽ പറഞ്ഞ ഹോംവർക്ക് അല്ലേ? എന്താണ് ഹോംവർക്കാ? വോളിയം കുറച്ച് കൂട്ടിക്കേ. f of x is equal to cos square x plus 1 minus cos square x the whole square by sin square x plus cos to the power of 4x cos square x plus 1 plus cos to the power of 4x minus 2 cos to the power of 4x by sin square x plus cos to the power 4x is equal to 1. a plus b the whole square ന്റെ ഫോർമുലയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അസലായി പറയുന്നുണ്ടടാ. ശരിയാ. ആരാ അയാള്? AM കുമാർ, 4th May 2000, സോഴവരം. എടാ ഇത് ഏത് സ്ഥലമാടാ? എടാ ഇവിടുന്ന് 40 കിലോമീറ്റർ ഉള്ളൂ. പോയാലോ? എന്തിനാടാ? ആ വീഡിയോ ഉള്ള ആളെടുത്ത് ട്യൂഷന് പോയാലേ ഉറപ്പായിട്ട് നല്ല മാർക്ക് കിട്ടുന്നുള്ള വിശ്വാസം ഉണ്ടടാ. നമ്മുടെ അച്ഛനും അമ്മയ്ക്കുള്ള ചെലവും കുറയും. ആണാ? ആ
ഇവിടെ AM കുമാറിന്റെ വീട് എവിടെയാ? കുമാറേ നിന്റെ വീടിനെ കുറിച്ചാ ചോദിക്കുന്നത്. ലാനിയ, ഇയാളല്ലടാ, ആള് കുറച്ച് പ്രായമുള്ള ആളാ, 50 വയസ്സ് കാണും. ഇവിടെ കുമാർ എന്ന പേരുള്ള ഒരുപാട് പേരുണ്ട് മോനെ. അതിൽ ഏത് കുമാറിനെ നിങ്ങൾ ചോദിക്കുന്നത്? അത് 20 വർഷത്തിന് മുമ്പ് കുമാർ എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. നിങ്ങൾ കാര്യം ചെയ്യും, നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്ത പ്യൂണുണ്ട്. ഇയാള് ടീച്ചറൊന്നും അല്ല മക്കളെ, ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച സ്റ്റുഡന്റ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയൊക്കെ ഇരിക്കും. ഇപ്പൊ എവിടെയുള്ളത്? ആന്ധ്രയില് കടപ്പ ഡിസ്ട്രിക്റ്റിലെ കളക്ടറാ. കളക്ടറോ? ട്യൂഷൻ എടുക്കുമായിരിക്കോ? ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാടാ. Excuse me, Yeah, tell me. we are coming from Velur. We just want to meet Collector sir. ഡാ, ഇത് അയാളല്ല. വാ, നിക്ക്, കളക്ടറാണ്. ആരായാലെന്താ, നമ്മൾ അന്വേഷിച്ച് വന്നത് ഇയാളല്ല. അങ്ങനെ നമ്മൾ നോക്കുന്ന ஹலோ என்ன யார் நீங்க? இங்க வாங்க. நீங்க பாட்டுக்கு வரீங்க போறீங்க, என்ன விஷயம்? സാറേ, ഞങ്ങള് വേലൂരിൽ നിന്നാ വരുന്നത്. சரி, അതിപ്പോ ഈ ഇടയ്ക്ക് എന്റെ മുത്തശ്ശന്റെ വീഡിയോ ഷോപ്പ് ക്ലീൻ ചെയ്യായിരുന്നു. വീഡിയോ ഷോപ്പോ? നിന്റെ മുത്തശ്ശന്റെ പേരെന്താ? ഭൂപതി എന്നാ സാറേ. ഭൂപതി സാറിന്റെ പേരക്കുട്ടിയാണോ? വരൂ, വന്നിരിക്കൂ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നിന്റെ മുത്തശ്ശൻ എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നീ 4th or 5th പഠിക്കായിരുന്നു തോന്നുന്നു. 4th സർ. ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് കാര്യം? ഞങ്ങൾ മുത്തച്ഛൻ്റെ കട ക്ലീൻ ചെയ്തപ്പോൾ ഈ കാസറ്റ് കിട്ടി സർ. ഇത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരാൾ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആരാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കാർഡ് കിട്ടി സർ. അതിൽ സാറിൻ്റെ പേരെഴുതിയിരുന്നു. അതുകൊണ്ടാ ഈ വീഡിയോയിലുള്ള ആൾ ആരാണ് സർ? എന്റെ അധ്യാപകൻ. ബാല സാർ. പ്രൈവറ്റൈസേഷൻ ഓഫ് എക്കോണമി കാരണം നാടിന്റെ വരുമാനം വർദ്ധിച്ചു. ജനങ്ങളുടെ ലിവിംഗ് ക്വാളിറ്റി ബെറ്ററായി. പഠിച്ചാലേ പുരോഗതി ഉണ്ടാവുകയുള്ളൂന്ന് എല്ലാവർക്കും തോന്നാൻ തുടങ്ങി. എഞ്ചിനീയറിംഗ്, MBBS പോലുള്ള പ്രൊഫഷണൽ കോഴ്സിന് ഡിമാൻഡ് കൂടുതലായി. ഇത് മനസ്സിലാക്കിയ ചില വ്യവസായികൾ എഡ്യൂക്കേഷൻ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ തുടങ്ങി. എല്ലായിടത്തും TNPCEE കോച്ചിങ് സെന്റേഴ്സ് തുടങ്ങി ജനങ്ങളുടെ ആഗ്രഹം പണമാക്കി മാറ്റാൻ തുടങ്ങി. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ സ്കൂൾ ഫീസ് മുഴുവനും കൂട്ടാനും തുടങ്ങി. അതേസമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഗവൺമെന്റ് സ്കൂൾ റൺ ചെയ്യുന്നത് വലിയ ഭാരമായി തുടങ്ങി. ടീച്ചേഴ്സിന് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഗവൺമെന്റ് എത്തി. ഇത് അവർക്ക് ഗുണം ചെയ്യുന്നത് പോലെ ഉപയോഗിച്ച ചില പ്രൈവറ്റ് ഓണേഴ്സ് അധികം പണം കൊടുത്ത് എക്സ്പീരിയൻസ്ഡ് ഗവൺമെന്റ് ടീച്ചേഴ്സ് ഒരുപാട് പേര് അവരുടെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. ടീച്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് സ്ഥലത്തെ ഗവൺമെന്റ് സ്കൂൾസ് എല്ലാം അടയ്ക്കപ്പെട്ടു. അതുകൊണ്ട് എല്ലാ പോർ സ്റ്റുഡൻസിനും വിദ്യാഭ്യാസം ഒരു സ്വപ്നമായി മാറി. അതുകൊണ്ട് അവരുടെ പാരന്റ്സ് ഒക്കെ പോരാട്ടത്തിലിറങ്ങി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾസ് അടച്ചതും പ്രൈവറ്റ് സ്കൂൾസ് നടത്തുന്ന പകൽ കൊള്ളയും എതിർത്ത് എതിർപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരും പോരാടാൻ തുടങ്ങി. മിഡിൽ ക്ലാസ്സുകാർക്ക് ഇത് താങ്ങാൻ കഴിയോ? ഒന്ന് വെറുതെ ഇരിക്കേ. ഞാൻ വെറും 5000 രൂപയ്ക്കാ പഠിപ്പ് അവസാനിപ്പിച്ചേ. ശ്രീനിവാസ് തിരുപ്പതി, തിരുപ്പതി സ്കൂൾസ് ആൻഡ് കോച്ചിങ് സെന്റർ ഫൗണ്ടർ ആൻഡ് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ്. സ്കൂൾസ് നടത്താൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടായിരുന്ന ഗവൺമെന്റ് കുറ്റം അവരുടെ ഭാഗത്ത് വരാതിരിക്കാൻ ഫീസ് റെഗുലേഷൻ ബില്ല് പാസ് ചെയ്ത് പ്രൈവറ്റ് സ്കൂൾസിനും പ്രൈവറ്റ് കോച്ചിങ് സെന്റേഴ്സിനും ചെക്ക് വെക്കാനുള്ള ഐഡിയ ആണെന്ന് മനസ്സിലാക്കിയ തിരുപ്പതി ഒരു മാസ്റ്റർ പ്ലാൻ ഇട്ടു. എ മാൻ വിത്ത് എ ഡേഞ്ചറസ് വിഷൻ. അദ്ദേഹം ദ്രോണാചാര്യരായിരുന്നുവെങ്കിൽ
ഏകലൈവന്റെ അടുത്ത് ഒരു വിരലല്ല, ഫീസായിട്ട് 10 പേരിലും ചോദിച്ചേനെ. പ്രൈവറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾസ് എല്ലാം ഗവൺമെന്റ് സ്കൂളിനോട് ചേർന്നാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മുടെ സ്റ്റേറ്റിൽ ടീച്ചേഴ്സ് ഇല്ലാത്ത എല്ലാ ഗവൺമെന്റ് സ്കൂൾസും പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ ദത്തെടുക്കും. ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ ബെസ്റ്റ് ടീച്ചേഴ്സിനെയും ഞങ്ങൾ അങ്ങോട്ട് അയക്കും. നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകും. സൈലൻസ്. എന്തിനാ നിങ്ങളൊക്കെ പേടിക്കുന്നത്? എന്താ തിരുപ്പതി ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ പ്രോമിസ് ചെയ്തോണ്ട് വന്നാൽ എങ്ങനെ ശരിയാകുക? സൈലൻസ്. ഒരു അമ്പലത്തിൽ പോയ പിച്ചക്കാരന് കാശ് കൊടുക്കാൻ എനിക്ക് തോന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ എനിക്ക് നഷ്ടം വരുന്ന കാര്യം ഞാൻ എന്തിനാ ചെയ്യുന്നത്? നമ്മുടെ നാടിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ഒരു നോൺ പ്രോഫിറ്റബിൾ സർവീസ്. അതിലുള്ള ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് കൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഫീസ് റെഗുലേഷൻ ബിൽ ക്യാൻ ഫിനിഷ് ഓൾ ഓഫ് us. എന്താ മിസ്റ്റർ ശ്രീനിവാസൻ, സീനു കോച്ചിങ് സെന്റർ 45,000 ഫീസ് പെർ ആനം. പെട്ടെന്ന് 6,000 രൂപ ഫീസ് വാങ്ങാവുള്ളത് നോട്ടീസ് വന്നാൽ നിങ്ങൾക്ക് ഓക്കെയാണോ? എന്താ IIT രമണൻ സാർ, നിങ്ങൾ ഫീസിൽ 80% ക്യാഷ് ആയിട്ടല്ലേ വാങ്ങിക്കുന്നേ? ബ്ലാക്ക്. ഈ വയസ്സിൽ IT റേഡ് വന്നാൽ താങ്ങാൻ പറ്റുമോ? തിരുപ്പതി, നമ്മുടെ ബെസ്റ്റ് ടീച്ചേഴ്സിനെ ഗവൺമെന്റ് സ്കൂളിലേക്ക് നിങ്ങൾ പറയുന്ന പോലെ അയച്ചു തന്നെ വെച്ചോളൂ. പ്രൈവറ്റ് സ്കൂളിലേക്ക് ആരാ വരിക? യൂഷ്വൽ ബ്രെയിൻ സുധാകർ. ബെസ്റ്റ് ടീച്ചേഴ്സിനെ അയക്കാൻ പോണെന്ന് ആരാ പറഞ്ഞത്? മനസ്സിലായില്ല. നമ്മൾ അയക്കാൻ പോകുന്നത് 3rd ഗ്രേഡ് അസിസ്റ്റന്റ് ടീച്ചേഴ്സിനെ. സീനിയർ ടീച്ചർ ആബ്സെന്റ് ആയാൽ അവർക്ക് പകരം അറ്റൻഡൻസ് എടുക്കുന്നവര്, സ്റ്റഡി അവേഴ്സിൽ ഗൈഡ് നോക്കി ഡൗട്ട് ക്ലിയർ ചെയ്യുന്നവര്, ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളെ പുറത്തു പോകാതെ നോക്കുന്ന നൈറ്റ് വാച്ച്മാൻ. വോളിബോൾ ബെറ്റ് മാച്ച് ആയിരുന്നു സാർ. ആദ്യം 100 രൂപ എന്നാ പറഞ്ഞ, ഇപ്പൊ 1000 രൂപ തന്നാലേ വിടുന്നു പറയുന്നേ. സാർ അത് ചേട്ടാ, നമസ്കാരം ചേട്ടാ. എന്താ? എൻ്റെ പേര് ബാലമുരുകൻ. ഞാൻ തിരുപ്പതി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അസിസ്റ്റന്റ് ടീച്ചറാണ്, മാത്സിൻ്റെ. ഇവരൊക്കെ നമ്മുടെ സ്റ്റുഡൻസാ ചേട്ടാ. അതിന് അറിയാതെ ബെറ്റ് മാച്ച് കളിച്ചു പോയതാ. നിങ്ങളത് മൈൻഡ് ചെയ്ത് വിടുവാണെങ്കിൽ നന്നായിരുന്നു. കാശ് തന്നിട്ട് കൂട്ടിക്കൊണ്ട് പോ. ഒരു മിനിറ്റ്, കയ്യിലെന്തെങ്കിലും ഉണ്ടോ? ഇങ്ങത്താ. മൊത്തം 100 റുപ്പീസ് ഉണ്ട് സാർ. ആ, ചേട്ടാ ഏകദേശം ഒരു 600 റുപ്പീസ് ഇതിലുണ്ട്. ഇത് നിങ്ങൾ വെച്ചിട്ട് പിള്ളേരെ ഒന്ന് വിട്ടേക്ക് ചേട്ടാ. എന്നെ ഓർത്തെങ്കിലും ഒന്ന് ക്ഷമിക്ക് ചേട്ടാ, പ്ലീസ്. പോടാ. താങ്ക് യു ചേട്ടാ. ലവ് യു ചേട്ടാ. ഗുഡ് നൈറ്റ് ചേട്ടാ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ എന്തിനാണ് ഈ വക പണിയൊക്കെ? വന്നേ. കളിയാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വാ സാറേ, കളിച്ചുകൊണ്ടായതല്ല, അടിച്ചതാണ്. 1000 രൂപ ചോദിച്ചപ്പോൾ 100 രൂപയാണ് തരുന്നത്. സൈക്കിൾ ചാവിയും ബാഗും എല്ലാം എടുക്കണം. പൈസ കിട്ടുന്നവരെ ഒറ്റ എണ്ണത്തിനും വിടരുത്. ചേട്ടാ, നമ്മുടെ പിള്ളേരെ നിങ്ങൾ അടിച്ചായിരുന്നോ? അതെ, അടിച്ചു. എന്താപ്പാ? ആ, സാർ എന്താ ഇങ്ങനെ അടിച്ചത്? സാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും സാർ. സാർ ഇവര് പോയേക്കാം. അവന്മാര് വന്നു സാർ. പേന സൂക്ഷിക്കണം.
ആദ്യം ആ പിള്ളേരെ പിടിക്കണം, അപ്പോഴേ ഇവനെ ഒതുക്കാൻ പറ്റൂ. എന്റെ വാച്ച് സാറേ പേനയോ? സാറേ ഈശ്വരനുണ്ട് കുമാരേ. ഗുഡ് മോർണിംഗ് എവറി വൺ. നിങ്ങൾ എല്ലാവരോടും വരാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷന്റെ പേരിൽ നമ്മുടെ സ്റ്റേറ്റിലുള്ള ഗവൺമെന്റ് സ്കൂൾസ് എല്ലാം നമ്മളെടുത്ത് നടത്താൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരെയും അവിടെ ഫാക്കൽറ്റി ആയിട്ട് അയക്കാൻ പോകുന്നു. ശമ്പളം കൂട്ടുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ആസ് ഇറ്റ് ഈസ് കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ സെന്റർ റിസൾട്ട് കാണിക്കും. നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നതാണ്. സർ റിവാർഡായിട്ട് നിങ്ങൾ എന്ത് തരും? ആരാത്? സർ സർ മൈസെൽഫ് ബാലമുരുകൻ അടയാർ ബ്രാഞ്ചിൽ സർ റിവാർഡ് തരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെന്താന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും എൻകറേജിങ് ആയിരിക്കത്തില്ലേ? എന്താ വേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. സർ ശരിക്കും ഞങ്ങൾ നല്ല റിസൾട്ട് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രൊമോഷൻ തന്നൂടെ സർ? ശരി, നിങ്ങൾ പോകുന്ന സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്ട്സിൽ എല്ലാ സ്റ്റുഡൻസും പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൊമോഷൻ തരാം. ഓക്കെ സർ, സൂപ്പർ സർ, താങ്ക് യു സർ. സാർ ശരിക്കും പ്രൊമോഷൻ കൊടുക്കാൻ പോവാണോ? കഴിഞ്ഞ മാസം എൻ്റെ ഡ്രൈവർ അവന് ശമ്പളം കൂട്ടി കൊടുത്തില്ലെങ്കിൽ ജോലി നിർത്തി പോകുമെന്ന് പറഞ്ഞു. ഒരു മാസം ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാതെ വണ്ടി ഓടിച്ചാ ശമ്പളം കൂട്ടി തരാമെന്ന് ഞാനും പറഞ്ഞു. ഇത്ര വർഷമായിട്ട് അവൻ ഓടിക്കുന്ന വണ്ടിയാ, ഒരു ആക്സിഡന്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ മാസം 3 ഡെന്റ് ഈ വണ്ടിയിൽ. നമുക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത പ്രഷർ കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ടാസ്ക് കൊടുക്കണം. ഏയ് AC ഓൺ ചെയ്തായിരുന്നോ? ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവൻ ശമ്പളത്തെ പറ്റി സംസാരിക്കാറില്ല. ജോലി ഇന്ന് പറഞ്ഞു വിടാതിരുന്നാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തി. ഇവരും ആ നിലയിലേക്ക് തന്നെ വന്നോളും. മനസ്സിലായോ? പോക്കോ. ഓക്കേ, അപ്പൊ എന്താന്ന് വെച്ചാ ചർക്ക ഇങ്ങനെ ചുറ്റി വരുമ്പോ ഈ നൂലെല്ലാം. മുളക് പൊടി എത്ര സ്പൂൺ ആയിട്ടേ? 2 ടീസ്പൂണടാ. ബാല അവനെവിടെ? നാളെ അവൻ പുറപ്പെടുകയല്ലേ. അൻസാരിബായിയുടെ വീട് വരേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. എന്താ മാമ ഇത്? ഇപ്പോഴാണ് PF വന്നത്. അത് വെച്ച് ഊട്ടിയിൽ 3 ഏക്കർ നിലം വാങ്ങി. റിച്ച് മാൻ. പ്രൊമോഷൻ വരട്ടെ, ഞാനും മേടിച്ച് കാണിക്കാം. ബാല, ഒന്ന് മാത്രം നീ മനസ്സിലാക്കണം. എന്താ? അധ്യാപക ജോലി എന്നത് തൊഴിലല്ല, ഉത്തരവാദിത്തമാണ്. നിന്റെ ശമ്പളത്തെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് മുൻതൂക്കം കൊടുക്കണം. വന്നല്ലോ ഗാന്ധി. നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഒറ്റ തടിയല്ലേ, സിംഗിൾ അല്ലേ? ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാം, ഹിൽ സ്റ്റേഷനിൽ സ്വത്ത് വാങ്ങി കൂട്ടാം. ഞാൻ അങ്ങനെയാണോ? കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ശരി, എന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് എഴുതി തന്നേക്കാം. ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുവോ? ആദ്യം ഇങ്ങോട്ട് എഴുതി തന്നേ, പിന്നെ ആലോചിക്കാം. സാറേ, ബാല സാറേ. അയ്യോ, തുടങ്ങിയോ? എന്റെ മോനാ ബാല സാറേ. ബാല സാറേ, ഇരിക്കൂ സാറേ. നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഇപ്പൊ സാർ സാറെന്ന് വിളിക്കുന്നേ? ഡ്രൈവർ നാരായണൻ ഇത്രയും കാലം ആരേക്കെയോ ഇഷ്ടപ്പെടാതെ സാറിന് വിളിച്ചുകൊണ്ടിരുന്നു. ഇന്ന് എന്റെ മോനെ ഒരു സ്കൂൾ മുഴുവനും സാറിന് വിളിക്കുന്നല്ലോ. ഞാനും സാറിന് വിളിച്ചോട്ടെ. ബാല സാർ. അച്ഛാ, നിങ്ങളുടെ മകൻ വലിയ സാറൊന്നുമല്ല, കുഞ്ഞു സാറാ. അതത്ര വലിയ കാര്യമൊന്നുമല്ലെന്നേ. പഠിപ്പിക്കുന്ന ആരായിരുന്നാലും അതൊരു. സാറേ, സിറ്റിയിൽ നിന്ന് ഗവൺമെന്റ് സ്കൂൾക്ക് വന്ന അധ്യാപകർ നിങ്ങൾ തന്നെ. ഞാനിന്ന് ഗവൺമെന്റ് സ്കൂൾ പ്യൂൺ സാർ. എന്താ ചേട്ടാ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു തമിഴ് ചോദ വരുന്നേ? ഇത് കേരള ബോർഡർ അല്ലേ സാർ, അപ്പുറത്തെ മിക്സ് ആയിരിക്കും. എന്നെ പോലെ പകുതി പേര് ഇങ്ങ് തമിഴ്താ സാർ. വാങ്ക. എടാ മുത്തോ, നിങ്ങൾക്ക് കടന്നുറങ്ങാൻ വേറെ സ്ഥലം കിട്ടില്ലേ? എടാ അങ്ങ പോ, അന്തവൊക്കെ പോ. എന്തിനടിക്കുന്നത്? അവൻ എഴുന്നേക്കുന്നത് കണ്ടില്ലേ? അവനൊക്കെ ഇതുപോലെ പറഞ്ഞാലേ എണ്ണിട്ട് പോവുള്ളൂ സാർ. നീങ്ക വാങ്ക സാർ. മൊത്തം 3 റൂമാണ് സാർ. ആ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് സാർ. ബാക്കി 2 റൂമിന് ബാത്റൂം പുറത്താണ് സാർ.
രാവിലെ സ്കൂൾ കാണാം സാർ. Okay, ബൈ ചേട്ടാ. സാർ. ബ്രദർ, ഹൈഡ്രോസിൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കല്ലേ, അതുകൊണ്ട് ബോഡിക്ക് കുറച്ച് കംഫർട്ട് വേണം. സോ ഐ വിൽ ഡു വൺ തിങ്. ഐ ടേക്ക് ദ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ഓക്കെ അല്ലേ? ബൈ ബ്രോ. എടോ നിർത്തോ, വെറുതെ അഡ്രസ്സിൽ പറഞ്ഞോണ്ട്. അത് ക്യാൻസറോ ട്യൂമറോ വെറുതെ ഒരു വീക്ക് അല്ലേ? ബ്രദർ, കാർത്തിക് ബ്രദർ, റിലാക്സ്. അതല്ല ബ്രദർ, കുക്കടും സിഗരറ്റ് വലിക്കും. പിന്നെ എന്തിനെടുത്താലും പേഷ്യന്റ് പറഞ്ഞോണ്ട്. എടാ സെറ്റ് പോലെ ആ റൂം എന്റേതാണ്. മൈൻഡ് യുവർ ഓൺ വേർഡ്സ്. ഈ പല്ലന്റെ മുത്തശ്ശിന്റെ അടുത്ത് കിട്ടിയതാ. എടാ നീ നിന്റെ മുത്തശ്ശിയുടെ പല്ലും അതിൽ എനിക്ക് എന്താ കാര്യമുള്ളേ? Hey, how dare you talk about my family in front of me? എടാ പോണ നിന്റെ ബട്ട്ലർ ഇംഗ്ലീഷ്. ഡാ, ഇത് സ്പോക്കൺ ഇംഗ്ലീഷാ. ശരി ആയിക്കോട്ടെ. രണ്ടും ഒന്നല്ലേ? ഹേയ്, നിർത്തുന്നേ. എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ? നമ്മളൊക്കെ ആരാ? ടീച്ചേഴ്സ്. ഒരു മാന്യത വേണ്ടേ? ശരി, ഒരു കാര്യം ചെയ്യാം. ഇങ്കി പിങ്കി പോങ്കിട്ട് ഡിസൈഡ് ചെയ്യാം. ഓക്കെ 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 ഡബിൾ ഓക്കെ. ഇങ്കി പിങ്കി പോങ്കി. Father had a donkey. Donkey died, father cried. Inky Pinky Ponky out. ഇനി നമ്മളാ ഇങ്കി പിങ്കി പോങ്കി. Father had a donkey. Donkey died, father cried. Inky Pinky Ponky. റൂം എന്റേതാ. യെസ്. രാവിലെ സ്കൂളുണ്ട്, എനിക്ക് കിടന്നുറങ്ങണം. ഗുഡ് നൈറ്റ് ബ്രദർ. ലവ് യു ബ്രദർ. ടേക്ക് കെയർ ബ്രദർ. ഇങ്കി പിങ്കി പോങ്കി ഫാദറുടെ എന്തായാലും ഇവന് കിട്ടിയില്ല. ഞാൻ ഹാപ്പിയാ. സാറേ, പുതിയ അധ്യാപകരാ. നമസ്കാരം. അത് കിട്ടി എടുക്കടാ. സാറേ ഒന്ന് ചിരിച്ചേ സാറേ, ചിരിച്ചേ. സ്കൂളിൽ വന്ന പോലെയല്ല, എന്തോ കല്യാണത്തിന് വന്ന പോലെയുണ്ട്. വീഡിയോ എടുക്ക്. നന്നായിട്ട് എടുക്ക്. നമസ്കാരം സാറേ. എന്റെ പേര് മുത്തുപണ്ടിയ, ഇവിടുത്തെ പ്രസിഡന്റാ. 3ാമത്തെ പ്രാവശ്യം സാറേ. സൂപ്പർ. നിങ്ങൾ വരുന്നുണ്ടെന്ന് എന്റെ അളിയെ ഫോൺ ചെയ്ത് പറഞ്ഞു. അതാണ് എല്ലാ ഏർപ്പാടുകളും ഞാൻ തന്നെ അടുത്തിരുന്ന് ചെയ്തേ. അളിയനെന്ന് വെച്ചാൽ തിരുപ്പതി സാറേ, കുറച്ച് അകത്തെ സ്വന്തമാണ്, പക്ഷെ വളരെ അടുത്തുമാണ്. ഇദ്ദേഹം ഇയാളല്ല, ഇദ്ദേഹം സുദർശൻ, അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററും ഇംഗ്ലീഷ് ടീച്ചറും. അടിപൊളി അറിവാണ്. ഇദ്ദേഹം തണികാചലം ഹെഡ് മാസ്റ്ററാ, ഹിസ്റ്ററിയും മലയാളി ടീച്ചറും. എടുക്കെടുക്ക്. ഇയാള് പിന്നെ ബിറ്റു ഭൂപതിയാണ്. ഇയാള് വീഡിയോ ഷോപ്പ് വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഇയാളാണ് ഫോട്ടോഗ്രാഫറും കം വീഡിയോഗ്രാഫറും. ഫാമിലി നെയിമാണ് സാർ. അല്ലെന്നേ, ഇവിടുന്ന് അടുത്ത് കുറച്ചു ദൂരത്ത് ഒരു തരികട തിയേറ്റർ ഉണ്ട്. അവിടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ബിറ്റ് പടം റിലീസ് ചെയ്യും. അതാണ് ഇയാൾക്ക് ആ പേര്. സ്കൂളൊന്നും ഇപ്പൊ നിങ്ങൾ വന്നത് കൊണ്ടാണ് സ്കൂള് തുറന്നത്. 2 വർഷങ്ങളായിട്ട് ടീച്ചേഴ്സ് ആരും വന്നില്ല സർ. 10ാം ക്ലാസ് വരെയുള്ള വേറൊരു സ്കൂളുണ്ട്. ഈ സ്കൂളിലെ 11 സയൻസ് ഗ്രൂപ്പിൽ 2 സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കോമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ആരുമില്ല സാറേ. എല്ലാം നന്നായിട്ടുണ്ടല്ലേ? കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ഞങ്ങൾ വെറുതെ വിട്ടില്ല, അറിയോ? ഇലക്ഷൻ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി, ഈ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വർഷം മൊത്തം ജോലിയായിരുന്നു. പക്ഷെ നിങ്ങളെ കണ്ട ജോലി ചെയ്യുന്ന പോലെ അല്ലല്ലോ. അതെ ടീച്ചറെ, മിസ് മീനാക്ഷി ബയോളജി ടീച്ചർ. കാർത്തിക് കെമിസ്ട്രി ടീച്ചർ. മൈസെൽഫ് പ്രകാശ് റെഡ്ഡി ഫിസിക്സ്. ബാല മാത്തമാറ്റിക്സ്. ഇവര് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. പ്രൈവറ്റ് സ്കൂളിൽ നിന്നും കുറെ ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും അങ്ങോട്ട് സമ്മതിച്ചില്ല. മോള് ക്ലാസ് എടുത്തോ മോളെ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ക്ലാസ് ഫുൾ ആണല്ലേ? ഇത് എന്റെ മോള് മഹാലക്ഷ്മിയാ. നന്നായി പഠിച്ച് എഞ്ചിനീയർ ആയി അച്ഛന് മാനം കാക്കണം കേട്ടോ. ഞങ്ങള് പോവാ, നിങ്ങൾ ക്ലാസ് എടുത്തോ. നമുക്ക് പോവാം. ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമുക്ക് ആദ്യം പരസ്പരം ഒന്ന് പരിചയപ്പെടാം. മീനാക്ഷി സ്മൈൽ. അത് പറ്റില്ല, മീനാക്ഷി എനിക്കാണ്. മീനാക്ഷി എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ? നമ്മളൊക്കെ ആരാ? ടീച്ചേഴ്സ്. കറക്റ്റ്. ഒരു മാന്യത കാണിക്കണ്ടേ? പ്രകാശ് റെഡ്ഡി, നിങ്ങൾ ഇതിൽ നിന്ന് മാറിയേക്ക്. കാർത്തിക്, നിങ്ങളും ഇതിൽ നിന്ന് മാറിയേക്ക്. ഓക്കെ, ഞങ്ങളോട് ഒഴിഞ്ഞു മാറാൻ പറഞ്ഞിട്ട് നീ കറക്റ്റ് ആക്കാൻ നോക്കണോ? ആഹാ, എന്ത് അപാരമായ ബുദ്ധിയാ. അത് തന്നെയാ.
എടാ മാക്സേ, ട്രയാങ്കിൾ ലവ് സ്റ്റോറി റെക്ടാങ്കിൾ ലവ് സ്റ്റോറി ആക്കരുത് കേട്ടോ. മര്യാദയ്ക്ക് ഒഴിഞ്ഞു മാറിയേക്ക്. എടാ കെമിസ്ട്രിയുടെ ദേഹത്ത് നീ കൈ വെച്ചല്ലേ? ഇനി 2 വർഷത്തിനകം ഞാൻ മേടിക്കാൻ പോകുന്ന 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റിന്റെ കിച്ചണില് എന്റെ അമ്മയും മീനാക്ഷി മാഡമുമായിരിക്കും പാല് കാച്ചാൻ പോകുന്നത്. മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോയിക്കോ, അല്ലെങ്കിലുണ്ടല്ലോ. നമുക്ക് ഇങ്കി പിങ്കി പൊങ്കി കളിച്ചാലോ ബ്രദർ? എന്തോന്ന് ഇങ്കി പിങ്കി പോങ്കിയോ? ഇതെന്താ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആണെന്നാണോ വിചാരിച്ചേ? ലവ് മീനാക്ഷി മാഡം സ്പെഷ്യൽ. മാറി നിന്ന് കളിക്കും മോനെ. ഓക്കെ ബ്രദർ. ഓക്കെ. ഗുഡ് നൈറ്റ് ബ്രദർ. ടേക്ക് കെയർ ബ്രദർ. എന്താടാ പ്രകാശ് റെഡ്ഡി, നമുക്ക് പണിയാണോ? എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഇങ്ങനെ തന്നെ പോയാലേ ഈ ടേബിൾ ചാറൊക്കെ ചെതല് പിടിച്ചില്ലേ? ബ്രദർ, ഈ സ്കൂളിൽ ആരും വരാറില്ല ബ്രദർ. അപ്പൊ എല്ലാ ദിവസവും ഹോളിഡേ ആണ്. എല്ലാ ദിവസവും ജോലിഡേ, സൺഡേ ടു മൺഡേ ഹോളിഡേ. നമുക്കൊരു ജോലിയില്ല. ഇന്നലെ വന്നിരുന്നല്ലോ സർ. നിങ്ങൾ വന്നത് കാരണം പ്രസിഡന്റ് ധൃതി പിടിച്ച് കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പാസ്സായ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുമുണ്ട്. അയാൾക്ക് ആവശ്യമുള്ള പബ്ലിസിറ്റി കിട്ടുകയും ചെയ്തു. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇതൊക്കെ ശീലമായിക്കോളും സാറേ. എങ്ങനെയെങ്കിലും പെർമനന്റ് ടീച്ചറായി ലൈഫിൽ സെറ്റിൽ ആവുമെന്ന് വിചാരിച്ച ബാലസാറിന്റെ ആഗ്രഹം തകർന്നു പോയി. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. ഈ ഐസ്കോർ ഒന്ന് ചെക്ക് ചെയ്തിടണം. അതിന് തന്നെ ഈ ഏരിയയിൽ തന്നെ ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമേ ഉള്ളൂ. 2 കൊല്ലം മുമ്പ് വരെ പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുമായിരുന്നു. പിന്നെ എന്ത് പറ്റി? സ്കൂൾ അടച്ചുപൂട്ടി. കാശുള്ള പിള്ളേരൊക്കെ പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ കൂലിപ്പണിക്ക് പോകാനും തുടങ്ങി. അവർക്കും ജീവിക്കണമല്ലോ. അതിനിപ്പോ സ്കൂളൊക്കെ തുറന്നല്ലേ മാഡം? പഠിപ്പിക്കാനല്ലേ ഞങ്ങളെല്ലാം വന്നിരിക്കുന്നേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോവില്ല എന്ന് എന്താ ഉറപ്പ്? സ്കൂൾ അവർ വീണ്ടും പൂട്ടിയാലോ? മിക്സ്ചർ പാക്കറ്റ് കിട്ടുന്നു പറഞ്ഞ ആദ്യത്തെ ദിവസം പിള്ളേരെ സ്കൂളിലേക്ക് വന്നത്. അവര് പഠിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ നമ്മളെ കൊണ്ടത് നടത്തി കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുക, പക്ഷെ നിങ്ങളെ ആ പിള്ളേർ കൂട്ടും വിശ്വാസമില്ല. അവർക്ക് മാത്രമല്ല, എനിക്കും തീരെയില്ല. അതെന്താ? അത് ഞാനിപ്പോ എങ്ങനെ മനസ്സിലാക്കി തരാ? എന്റെ കൂടെ വാ. കാർത്തിക്കിന്റെ ബുക്ക് കണ്ടില്ലേ സർ? എന്റെ പേര് വെച്ച് അവര് ഫ്ലെയിംസ് എഴുതി കളിക്കുക. ഫസ്റ്റ് ടൈം യെസ് വന്നു പറഞ്ഞ് എന്റെ പേര് തന്നെ അവര് മാറ്റിക്കളഞ്ഞു. മീനാക്ഷിയെ മൈനാക്ഷിയാക്കി. ഇയാളെയാണ് വിശ്വസിക്കേണ്ടത്. പക്ഷേ പ്രകാശ് റെഡ്ഡി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല മാഡം. അയ്യോ, എന്റെ കത്ത്. ബാല സർ, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ മാക്സിമം 1 മാസം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ നാട് വിട്ട് തന്നെ പോകുന്ന ഉറപ്പാ. ഞാൻ ചാലഞ്ച് ചെയ്ത് പറയാം. ഇല്ല മാഡം, ഞാനൊരു ലക്ഷ്യത്തോടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ഓടിപ്പോകത്തില്ല. ആഴ്ചകളുമല്ല മാസങ്ങളുമല്ല, ഇന്ന് തൊട്ട് 3ാമത്തെ ദിവസം മൺഡേ രാവിലെ അറ്റൻഡൻസ് രജിസ്റ്ററിലുള്ള എല്ലാവരും ക്ലാസ് റൂമിൽ കാണും. നിങ്ങൾ വേണം നോക്കിയോ. ഞാനും ചാലഞ്ച് ചെയ്താ പറയുന്നത് മാഡം. ഓക്കെ മാഡം? താങ്ക് യു മാഡം. ടേക്ക് കെയർ മാഡം. സാർ, ഗോപിക സ്കൂളിലോട്ട് വന്നില്ലല്ലോ. വലിയ കുടുംബ, വരുമാനം കുറവാ. വേറൊരു വഴിയില്ല സാർ. പ്രസിഡന്റ് സാറ് ഒരു ദിവസത്തേക്ക് അയക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു. ദിവസവും എന്നെ കൊണ്ട് കഴിയില്ല സാറേ.
ഇപ്പോഴാ ടൈലറിംഗ് പഠിച്ച് കുറച്ച് കാശുണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് എങ്ങനെയാ സാറേ സ്കൂളിൽ വയ്ക്കുക? ഗോപാലിന്റെ വീട് ഇതല്ലേ? அவன் என் பேச்சை கேட்டிருந்தா என்னோட வேலைக்கு கூட்டிட்டு போகாம ஸ்கூலுக்கு அனுப்புவேனா? அந்த இட்லி விக்கிற சாமலா பையன், അവൻ ഞാൻ പറയുന്നത് കേക്കില്ല സർ. மளிகை கடை பரமசிவன் பையன் எல்லாம் ചീട്ട് കളിച്ചോണ്ടിരിക്കായിരിക്കും അലവലാദികള്. അവന്റെ പ്രായതാ സാറേ, നിങ്ങൾ വേണം നോക്കിക്കോ. ഒരു കല്യാണം കഴിപ്പിച്ചാ ശരിയായിക്കൊള്ളുന്നേ. എന്റെ അച്ഛൻ 1 വർഷത്തെ ശമ്പളം മുമ്പേ മേടിച്ചു സർ. ഇപ്പൊ പെട്ടെന്ന് ജോലി വിട്ടാ അവര് സമ്മതിക്കില്ല. അങ്ങുന്നേ അച്ഛാ ഞാനും നാളെ തൊട്ട് സ്കൂളിൽ പോട്ടെ. 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു, അതുപോലെ സർ. നാട് വിട്ട് ജീവിക്കുന്നവരല്ലേ ഞങ്ങള്. യൂണിഫോം തെച്ച് പോലെ ഇടാൻ ഒരു മാർഗമില്ല. ഞങ്ങൾക്ക് എന്തിനാ ഈ വിദ്യാഭ്യാസമൊക്കെ? പള്ളിക്കൂടത്തിലേക്കോ വീട്ടിലെ ജോലി ആരാ ചെയ്യാ? എന്ത് ചെയ്യാനാ സാറേ, എന്റെ 2ാം ഭാര്യയെ ചെന്നൈയിലെ ഒരു വീട്ടില് വേല കടിച്ചെടുക്ക് തമ്പി. മാസം 2000 രൂപ ശമ്പളം. ക്ഷമിക്കണം, ഞങ്ങളെ കൊണ്ട് അയക്കാൻ പറ്റില്ല. കണക്ക് മാഷേ, പെണ്ണുങ്ങൾക്കൊക്കെ എഴുതാനും വായിക്കാനും അറിയുന്നതന്നെ വലിയ കാര്യോ. അത് മതിന്നേ. അതിനുശേഷം ഇവരൊക്കെ കല്യാണം കഴിപ്പിച്ച് വേറെ വീട്ടിലല്ലേ അയക്കാൻ പോകുന്നേ. ജസ്റ്റ് പറഞ്ഞതാ. എനിക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? എന്താ മാഷേ, നിങ്ങൾ എന്റെ അളിയന്റെ ആളല്ലേ, പറഞ്ഞോളൂ. കഴിഞ്ഞ ആഴ്ച സ്കൂളിലോട്ട് വന്ന സ്റ്റുഡൻസിന്റെ അച്ഛനമ്മമാരെ പഞ്ചായത്തിലോട്ട് വരാൻ പറയാമോ? ശരി. നമ്മൾ വിളിച്ചിട്ട് വരാതിരിക്കോ മാഷേ? മൊത്തം ജനങ്ങളെ എത്തിരിക്കുന്നു നോക്ക്. നിങ്ങൾ മീറ്റിങ്ങിന് വിളിച്ച എല്ലാവരും വരുന്നുണ്ടല്ലോ സർ. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ ആരും വരത്തില്ല. ഒരുപാട് കുട്ടികൾ ജോലിക്ക് പോയിരിക്കുവാണ്. എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ അവരുടെ വീട്ടിൽ ചോദിച്ചപ്പോ സമ്പാദിക്കാൻ വേണ്ടിയാണെന്നാ പറഞ്ഞത്. എന്താ സാറേ ഇത്? പഠിക്കുന്നത് സമ്പാദിക്കാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ സമ്പാദിക്കുന്നത് തെറ്റാന്ന് പറയല എങ്ങനെയാ? ഞാനും എന്റെ പെണ്ണുമ്പിളയും കൂലിവേല ചെയ്ത് ഒരു ദിവസം 60 രൂപ സമ്പാദിച്ചിട്ട് വന്നിട്ടാണ് 3 നേരം കഴിക്കുന്നത്. അതിന് പകരം എന്നെ മോനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഒരു നേരം പട്ടിണി നടക്കണമെന്നാണോ പറയുന്നത്? നീ പറഞ്ഞത് സൂപ്പറാടാ കണക്ക് മാഷേ. ഇവിടുത്തെ ഇൻസ്പെക്ടർ സുരേഷ് സാറിന് കണ്ടോ? കട്ടിംഗ് ഒക്കെ പോയിട്ട് ഇദ്ദേഹം മാസം 4500 രൂപ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ ചാരായം വിൽക്കുന്ന സേതുവേ, അവൻ തന്നെ. എന്താടോ, എഴുതാനും വായിക്കാനും പോലും അറിയില്ല. തള്ള വിരൽ മുദ്ര. പക്ഷെ 500 രൂപയ്ക്കെങ്കിലും സാധനം വിൽക്കാതെ അവൻ കട അടക്കില്ല. പിന്നെ പഠിച്ചവരെക്കാളും അവനല്ലേ കൂടുതൽ സമ്പാദിക്കുന്നേ. എന്താ സാർ? പിന്നെ എന്തിനു വേണം നിങ്ങളുടെ പഠിത്തം? ഫാൻസ്. ശരി, ടൈം പാസിന് ഒരു കഥ പറയാം, കേക്കണേ. നമ്മുടെ രാമേശ്വരത്തില് ഒരു തോണിക്കാരനുണ്ടായിരുന്ന. അയാളുടെ വീട് നോക്കാൻ വേണ്ടി ഒരു തങ്കപ്പെട്ട ഭാര്യയും 5 മക്കള്. വളരെ പാവപ്പെട്ട കുടുംബമായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. അവരെ കഴിക്കാതെ പട്ടിണി കിടന്നിട്ടാണെങ്കിലും കുട്ടികളുടെ വിശപ്പ് അവരെങ്ങനെയൊക്കെയോ തീർത്തു. അവരുടെ അമ്മ സ്നേഹത്തോടെ തരുന്ന കഞ്ഞിയോ പഴഞ്ചോറോ അതിലെന്ത് മാജിക് ഉണ്ടായിരുന്നറിയില്ല. അവസാനത്തെ പയ്യൻ ഉഷാറായിട്ട് പഠിക്കും. ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരുന്നു അവൻ. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറായി. ഇസ്രോയിൽ സയന്റിസ്റ്റുമായി. മിസൈൽ മാൻ അങ്ങനെ ഒരു പേരും ചാർത്തി കിട്ടി. ഇപ്പോ കുറച്ചു ദിവസം മുന്നേ പോക്രാനിൽ നടന്ന ന്യൂക്ലിയർ ടെസ്റ്റും അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? APJ അബ്ദുൽ കലാം. അന്ന് ആ ഒരു തോണിക്കാരൻ എന്റെ മകൻ ഇങ്ങനെ പഠിക്കാൻ പോകേണ്ട ആവശ്യം എന്താ? എന്റെ കൂടെ ജോലിക്ക് വരുമായിരുന്നെങ്കിൽ ഒരു 4 ട്രിപ്പ് എക്സ്ട്രാ അടിക്കാം, ഒരു 4 കാശ് എക്സ്ട്രാ സമ്പാദിക്കാമെന്ന് വിചാരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാടിന്റെ അഭിമാനമായ ഒരു സയന്റിസ്റ്റിനെ നമുക്ക് നഷ്ടപ്പെട്ടേനെ. അത്രയ്ക്കും എന്തിനാ ഈ ഒരു ഇൻസ്പെക്ടറെ നിങ്ങൾ സുരേഷ് സാർ എന്നാ വിളിക്കുന്നത്? അതെ, ചാരായം വിൽക്കുന്ന സേതുവിനെ എടാ സേതു എന്നല്ലേ വിളിക്കുന്നേ? പാണ്ഡ്യൻ. സാർ, പണം എങ്ങനെ വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷെ പഠിത്തമാണ് ബഹുമാനം നേടിത്തരുന്നത്. എടാ വീരണ്ണ, ഇനി മേലെ ഇമാരി ചീപ്പ് പരിപാടിക്ക് ഇറങ്ങിയാൽ ഞാൻ ഹെഡ് മാസ്റ്ററോട് കംപ്ലൈന്റ് ചെയ്യും. എന്താ മാഡം? നിങ്ങളുടെ ഫ്രണ്ടിനെ പെണ്ണുങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. എന്താ ചെയ്തേ? ഈ വൃത്തികെട്ടവൻ എന്റെ മോടെ കൈ പിടിച്ചു വലിച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്. റൊമാൻറ്റിക് ആയിരിക്കും വിചാരിച്ച്. റൊമാൻറ്റിക് ആണ് പോലും. ഇഡിയറ്റ്.
വെള്ളം അടിച്ചിട്ടുണ്ടോ? ധൈര്യത്തിന് വേണ്ടി 2 റൗണ്ട് അടിച്ചു, പിന്നെ അവര് 2 റൗണ്ട് എന്നെ അടിച്ചു. നിന്നെ ഉണ്ടല്ലോ. ഇത്രയും ചെയ്യോ? കൊതു ഒരുപാടുണ്ട് ബ്രദർ, കടിക്കും, ഉള്ളിലേക്ക് വാ. ആ പെണ്ണ് അടിച്ചതിനേക്കാളാണ് വേദനിക്കാൻ പോകുന്നേ. പോടാ പ്രകാശ് റെഡ്ഡി. മലേറിയ. മീനാക്ഷി നല്ലോണം നോക്കണേ. ആരോഗ്യം ശ്രദ്ധിക്കുക കേട്ടോ. എന്തു പറ്റി ബ്രദർ? ഞാൻ പോവാ ബ്രദർ. ബ്രദർ മലേറിയ ആണോ ഇങ്ങനെ പേടിക്കുന്നേ? അതൊന്നും അങ്ങനെ വരില്ല ബ്രദർ. ടൈഫോയിഡ്, ഡെങ്കി, ചിക്കൻ ഗുനിയ ഇതെല്ലാം വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് പറയുന്നത്. ഒന്ന് പോയേ ബ്രദർ. ബ്രദർ അങ്ങനെയൊന്നും സംഭവിക്കില്ല ബ്രദർ. എന്റെ ജിം കോച്ചും കൂടി അതന്നെ പറഞ്ഞത്, നിനക്ക് എത്ര വെയിറ്റ് നോക്കിയാലും ഒന്നും ആവില്ലെന്ന്. ഡംബിൾ എടുക്കുമ്പോഴേക്കും അപ്പടെ തളർന്നു പോയി. അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാണുന്നില്ലേ? നോ നമസ്കാരം ടു മീ. ആ വിവരദോഷികൾ കണ്ട സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്ന കൂടി നിങ്ങളെയാ. എനക്ക് ബ്രദർ ബൈ സിസ്റ്റർ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ സർ? കെമിസ്ട്രി ഫിസിക്സ് അല്ലേ, അത് ഞാൻ തന്നെ എടുത്തോളാം. നിങ്ങളോ? നിങ്ങളെ കൊണ്ട് സയൻസ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റുമോ? മാഡം അതെന്താ അങ്ങനെ ചോദിച്ചത്? 12th ഫുൾ മാർക്ക് കിട്ടേണ്ടതായിരുന്നു, അറിയാമോ? ഇംഗ്ലീഷ് അതിനെ ചതിച്ചു കളഞ്ഞത്. അല്ലെങ്കിൽ 1200 കൺഫേം ആയിട്ട് മേടിച്ചേനെ ഞാൻ. പ്രകാശ് റെഡ്ഡി സാറും കാർത്തിക് സാറും കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം ലീവ് എടുത്തിരിക്കുവാണ്. അതുകൊണ്ട് ഫിസിക്സും കെമിസ്ട്രി ഇനി ഞാനായിരിക്കും ക്ലാസ് എടുക്കാൻ പോകുന്നത്. കം 2 സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നിച്ചേ എടുക്കാൻ പറ്റൂ. അഡ്ജസ്റ്റ് ചെയ്തിരുന്നോണം. സോ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീഡ്. അങ്ങോട്ട് പോടാ. നിന്റെ മോന്ത പല്ലൊക്കെ തെറിപ്പിക്കും. ഏയ് എന്താ പ്രശ്നം? എന്താന്ന് ആദ്യം നിങ്ങൾ ഇരുന്നേ. സാർ, അവരുടെ കൂടെ ഞങ്ങൾ ഇരിക്കാറില്ല. അതെന്താ? അത് പിന്നെ അവര് വേറെ ആൾക്കാരാണ് സാർ. വേറെ എന്ന് വെച്ചാ വേറെ തന്നെയാണ് സാർ. കുഴപ്പമില്ല സാർ, ഞങ്ങളിവിടെ നിന്നോളാം. അതെ സർ. എല്ലാരും പുറത്തു പോ. സർ ഞങ്ങൾ എന്താ സർ ചെയ്തത്? Get out. Average speed equals total distance traveled by total ഇതെന്താ time എല്ലാവരും പുറത്ത് നിൽക്കുന്നത്? taken. സാറാണ് Mean പുറത്ത് നിൽക്കാൻ average പറഞ്ഞ is മിസ്. equal to delta t by delta x is equal to x1 plus x2 by ബാല sir. t1. Madam, ഒരു 5 minutes please. 5 minutes please. എഴുതി എടുക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഇത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? വെരി ഗുഡ്. ഗെറ്റ് ഔട്ട്. പുറത്തു പോവാൻ. നിങ്ങൾ അകത്ത് വന്നേ. വെലോസിറ്റി. എല്ലാ മൂവിംഗ് ഓബ്ജക്ട്സിനും ആവറേജ് വെലോസിറ്റി 0 ആണ്. ഓക്കെ, മനസ്സിലായോ? ഇനി നിങ്ങൾ അകത്തോട് വന്നേ. എല്ലാരും നിന്നേ. ഇന്ന് ഞാൻ 2 ടോപ്പിക് എടുത്തിട്ടുണ്ട്. ഒന്ന് സ്പീഡ്, ഇനി ഒരെണ്ണം വെലോസിറ്റി. നാളെ ഞാൻ അതിന്റെ ടെസ്റ്റ് വെക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നേക്കണം. അല്ല സാർ, ഞങ്ങൾക്ക് സ്പീഡിനെ കുറിച്ച് മാത്രമല്ലേ ക്ലാസ് എടുത്തുള്ളൂ. സാർ, ഞങ്ങൾക്ക് വെലോസിറ്റിയെ കുറിച്ച് മാത്രമല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ ഇന്ന് 2 ടോപ്പിക് എടുത്തായിരുന്നു. ഒന്ന് സ്പീഡ്, ഒന്ന് വെലോസിറ്റി. നാളെ ഞാൻ ടെസ്റ്റ് വെക്കും. പ്രിപ്പയർ ചെയ്തിട്ട് വന്നേക്കണം. എന്നാലും ഇത് ഇത്തിരി കൂടുതലല്ലേ സാറേ? ആഹാ, അതെ സർ. ഇങ്ങനെ വെവ്വേറെ എടുത്തിട്ട് ഒരുമിച്ച് എക്സാം ആണെന്ന് പറഞ്ഞ ഒരു 60 മിനിറ്റ്. നിങ്ങൾക്ക് ഞാൻ വെവ്വേറെയായിട്ട് ക്ലാസ് എടുത്തത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ 17 വർഷം നിങ്ങൾക്കുള്ളിൽ തന്നെ വേറെ വേറെ ആളുകളായിട്ട് ജീവിച്ചില്ലേ? അത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നില്ലേ?
വീട്ടിലതൊന്നും സമ്മതിക്കില്ല. ശരി, ഇത് നിങ്ങളുടെ നാടാ. ഓക്കെ, നാളെ നിങ്ങൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി സിറ്റിയിലോട്ടോ ടൗണിലോട്ടോ പോകുവാണെങ്കിൽ അവിടെ പോയും വേറെ വേറെ ആളുകളാന്നേ പറയത്തുള്ളൂ. ശരിയടാ, നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയെന്ന് വെക്ക്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ബോസ് കാണത്തില്ലേ, അവൻ വേറെ ആളാണെന്ന് വെക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ചേച്ചേ എനിക്ക് ജോലിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമോ? ശരി, ഇത്രയും നാളായിട്ട് ഞാനിവിടെ ഇല്ലേ, ഞാൻ ഏതാളാണെന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾക്കത് അറിയണ്ടേ? കാരണം ഞാൻ നിങ്ങൾക്ക് വിദ്യയാ തരുന്നത്. എൻ്റെ അടുത്തൊന്നും നിങ്ങൾക്കത് കിട്ടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഏതാളായാലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ബാല സാർ ഫസ്റ്റ് എക്സാമിൽ പാസ്സായി. സ്റ്റുഡൻസ് എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത്. സ്കൂൾ മുഴുവനും ഒരു ഉത്സവം പോലെയായിരുന്നു. അതൊക്കെ ശരിക്കും എടുത്തു വെക്കാം. എന്തായാലും നിങ്ങൾ നേടിയിരിക്കുന്നു മാഷേ. സർ 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 മീനാക്ഷി മാഡം എന്ത് ചെയ്യും? ബാല സർ. ആ മാഡം. സർ ഒരു മിനിറ്റ്. വരൂ സർ. സർ നിങ്ങൾക്ക് സുഖമല്ലേ സർ? എത്ര കാലമായി നിങ്ങളെ കണ്ടിട്ട്? ബാലമുരുകൻ. സർ അത് ഞാനാ. നിങ്ങളുടെ ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ കൂടെ ഇരുന്ന് എല്ലാം ചെയ്തോണ്ടിരിക്കുക. സാർ എന്നെ ഓർമ്മയുണ്ടോ സർ? അന്ന് അസംബ്ലിയില് നിങ്ങൾ എന്നെ... അത് നീയായിരുന്നോ? അത് ഞാനാണ് സർ, ബാലമുരുകൻ. വരൂളിയാ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. വരൂ പ്ലീസ്. വരൂ വരൂ, വാ വാ വാ. മഹാലക്ഷ്മി വാ വാ. അളിയ മാഡം വരൂ. അത് അളിയ ഇത് എനിക്ക് തരൂ. സാർ എനിക്കും കൂടി സാർ. സാർ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്ത് കണ്ടോ? ആക്ച്വലി അതിലും കൂടുതലാ. പിള്ളേരൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായിട്ടുണ്ട് സാർ. മാത്സ് മാത്രമല്ല സാർ, ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ തന്നെയാണ് ക്ലാസ് എടുത്തത്. പിന്നെ ബയോളജി മീനാക്ഷി മാഡത്തിനെ കണ്ടില്ലേ, അവരാണ് പഠിപ്പിച്ചത്. ഗുഡ് സാർ ഇതേപോലെ എൻകറേജ് ചെയ്യണം സാർ. അടുത്ത വർഷം സാർ നോക്കിക്കോളൂ, പിള്ളേരെ എല്ലാം ഞാൻ ഡിസ്റ്റിങ്ഷൻ മേടിപ്പിച്ചിരിക്കും. ഏതോ ഫ്ലൂക്കിൽ ഒരു വർഷം ഈ തെണ്ടി പരീക്ഷകളൊക്കെ പാസ്സായെന്ന് വെച്ച് നീ വലിയ മറ്റവനാന്ന് വിചാരിച്ചോ? ഡിസ്റ്റിങ്ഷൻ ആണ് പോലും ഡിസ്റ്റിങ്ഷൻ. സാർ ഞാൻ എന്താ സാർ ചെയ്തേ? എന്റെ എല്ലാ സ്കൂൾസും അടപ്പിക്കുന്ന തോന്നേ. എന്റെ സ്കൂളിലെ +1 പാസ് റേറ്റ് 75, ഷോളവരം ഗവൺമെന്റ് സ്കൂളിലെ പാസ് റേറ്റ് 100. പേരൻസ് അവരുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്ന പറയുന്നത്. ബ്ലഡി മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സോ? കസ്റ്റമേഴ്സ് തന്നെയാടാ, കസ്റ്റമേഴ്സ് ആണ്. ഇത് ബിസിനസ്സാ. ഏതൊരു ബിസിനസ്സിലും ടാർഗറ്റ് മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സ് ആണ്. എടാ, ഞങ്ങൾ വളരെ കാലമായി അവരുടെ മനസ്സ് ട്യൂൺ ചെയ്ത് വെച്ചതാ. നീ മാറ്റാൻ ശ്രമിക്കുകയാണോ? എന്താ സാർ പറയുന്നേ? നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് കാശ് കൊടുക്കണം. എൻ്റെ സ്കൂളിൻ്റെ ലോഗോ എന്തിനാ ഞാൻ ഇവിടെ വെച്ചേക്കുന്നറിയോ? കാരണം ഇവിടെയാടാ കാശുള്ളത്. 0 ഫീസ് 0 എഡ്യൂക്കേഷൻ, മോർ ഫീസ് മോർ എഡ്യൂക്കേഷൻ. ഇതാടാ ഇപ്പോഴത്തെ ട്രെൻഡ്. TNPC കോച്ചിങ് വേണമെങ്കിൽ 25,000, IIT കോച്ചിങ് വേണമെങ്കിൽ 45,000 റുപ്പീസ്. ഇതാടാ കണക്ക്. പഠിക്കണമെന്നുള്ള ആഗ്രഹം ആർക്ക് വന്നാലും പണമുണ്ടെങ്കിൽ മാത്രമേ പഠിപ്പ് ലഭിക്കൂ. അപ്പൊ ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും സാർ? ഹേയ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് സ്കൂൾസ് ഉള്ളത്. നോക്ക്, അവർക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. +2 എക്സാം എഴുതുന്നത് തന്നെ അവർക്ക് വലിയ കാര്യമാണ്. പിന്നെ പാസ്സായെന്ന് വെച്ചോ ഉത്സവം പോലെ ആഘോഷിക്കും. ഗ്രാമത്തിൽ നിന്നാണ് ഇവനൊക്കെ വരുന്നതെന്ന് വെച്ചോ കൂലിപ്പണിക്കോ തോട്ടപ്പണിക്കോ പോകും. സിറ്റിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഡ്രൈവറായിട്ടോ പാചകക്കാരനായിട്ടോ സെറ്റിലാവും. ബ്ലഡി ലോവർ മിഡിൽ ക്ലാസ്. എൻ്റെ അച്ഛനും ഡ്രൈവർ തന്നെയാ സാർ. എൻ്റെ കുടുംബവും ലോവർ മിഡിൽ ക്ലാസ് തന്നെയാ. ഐ മീൻ, ഞാൻ നിന്നെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ സ്കൂളെല്ലാം ടേക്ക് ഓവർ ചെയ്തത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ?
നിങ്ങളുടെ കച്ചവടത്തിന് വേണ്ടിയായിരുന്നോ? ഏയ്, നീ തെറ്റായിട്ടാ മനസ്സിലാക്കിയത്. ഞാൻ നിന്നെ പറ്റിയല്ല പറഞ്ഞത്. അപ്പൊ എന്നെ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത് എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള വിശ്വാസത്തിലല്ലേ? ഇവനൊക്കെ എന്ത് മലമറിക്കാനാണെന്ന് കരുതിയിട്ടാ? ഏയ് ബാല, എന്തോ ദേഷ്യത്തിൽ ടങ് സ്ലിപ്പായതാ, അത്രേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. നീ നല്ല ടാലന്റഡാ. ഇവിടെയല്ല നീ ജോലി ചെയ്യേണ്ടത്. നീ എൻ്റെ കൂടെ വന്നേക്ക്. നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ നിന്നെ പെർമനന്റ് ടീച്ചറാക്കിയേക്കാം. ശമ്പളം എത്രയാണെന്നറിയാമോ? 1 ലക്ഷം രൂപ തരാം. വീടും കാറും എല്ലാം തരാം. എൻ്റെ കൂടെ വന്നേക്ക്. സാറേ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. വാ, കഴിച്ചിട്ട് പോയാൽ മതി. വാ. ചേട്ടാ, ജസ്റ്റ് അപ്പുറത്തിരുന്ന് കഴിക്കാമോ? ഒന്നും വിചാരിക്കരുതേ. ഏയ് കുഴപ്പമില്ല. ലോവർ മിഡിൽ ക്ലാസ് ആണ് സാർ. അവര് അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾ കഴിക്കും സാർ, കഴിക്കും സാർ. പൊതുവേ ലോവർ മിഡിൽ ക്ലാസ് അച്ഛനമ്മമാരൊക്കെ അവരുടെ കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കാനായിട്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം മറന്നു കളയും സാർ. അവരൊരു നേരം പട്ടിണി കിടക്കാൻ പാടില്ലെന്നോർത്ത് ഇവരെത്ര വേണേലും പട്ടിണി കിടക്കും. മക്കൾക്ക് പുതിയ തുണി മേടിച്ചു കൊടുത്ത് ഇവര് പഴയ തുണി തുന്നിക്കൊണ്ടേയിരിക്കും സാർ. അതേ ലോവർ മിഡിൽ ക്ലാസ് അച്ഛനമ്മമാര് കുട്ടികളെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് മാസം മാസം അവരുടെ രക്തം വരെ വിൽക്കാറുണ്ട് സാർ. ഇനി എത്ര നാൾ കുടിക്കും സാർ? ഞാൻ നന്നായിട്ട് ആലോചിച്ച് നോക്കി സാർ. നിങ്ങളുടെ ഓഫറിനേക്കാളുമൊക്കെ ഇവരുടെ ഫ്യൂച്ചറാണ് മുഖ്യമെന്നാണ് എനിക്ക് തോന്നിയേ. നിങ്ങളുടെ കൂടെ വരുന്നതിനേക്കാൾ ഞാൻ ഇവിടെ ഇരിക്കുക വേണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. നീ എന്താടാ ചെയ്യാൻ പോകുന്നേ? അടുത്ത വർഷം നിനക്ക് അവരെ പാസ്സാക്കാൻ പറ്റിയെന്ന് വരും. അതുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റുമോ? പാസ് മാർക്കല്ല സാർ, ടോപ്പ് മാർക്ക് വാങ്ങിപ്പിക്കും ഞാൻ. എന്നിട്ട് ഇവിടെ ഒരു 10, 17, 25, 30, 35, 40, 45 സ്റ്റുഡൻസ്. ഇവരെല്ലാവരെയും ഞാൻ റാങ്ക് ഹോൾഡേഴ്സ് ആക്കും. ഞാൻ കണ്ടോ? നിന്നെ ജയിക്കാൻ ഞാൻ വിടില്ല. അതെ, വിദ്യാഭ്യാസം എന്നത് പ്രസാദം പോലെയാണ്. കൊടുക്കണം. 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം പോലെ വിൽക്കരുത്. തിരുപ്പതി സർ, താങ്ക് യു സർ. ടേക്ക് കെയർ സർ. ബൈ ബൈ സർ. അളിയ 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 ഒരു മിനിറ്റ്. ഇതാടാ സാറേ, ഒന്ന് ചിരിച്ചേ സാറേ. അളിയ അളിയ തിരുപ്പതി, യൂസ് യുവർ ബ്രെയിൻ സുധാകർ എന്ന് പറഞ്ഞില്ലേ? 3rd ഗ്രേഡ് ജൂനിയർ ടീച്ചേഴ്സിനെ അയക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അയച്ച ആളെ കൊണ്ട് നമ്മളൊക്കെ റോഡിൽ നിൽക്കേണ്ട അവസ്ഥയാ. അവനൊരുത്തെ മാത്രമല്ലേ? ഈ ഒരാളെ കൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ ഇവരൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മറ്റേ ടീച്ചേഴ്സും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? എന്ത് ചെയ്യും? ഇവിടെ വന്ന ആർട്ടിക്കിൾ ഫസ്റ്റ് പേജിൽ വന്നാലോ? ജനങ്ങൾ നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ എങ്ങനെ മതിക്കും? ഏയ്, ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മിഴിച്ചു നിന്ന ടീച്ചേഴ്സിനെ വെച്ചാണ് ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചത്. ഈ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത് ഞാനാണ്. അതേതോ ഒരുത്തൻ തകർക്കണമെന്ന് വിചാരിക്കുന്നത് കണ്ടു നോക്കിയിരിക്കില്ല ഞാൻ. അവൻ ആഫ്റ്റർ ആൾ ഒരു സ്കൂൾ ടീച്ചറാണ്. അവനെ കള. കോൺട്രാക്റ്റിൽ ചില ഇഷ്യൂസ് ഉണ്ട് സേന. എന്താ? 6 മാസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. അവൻ അത്രയും സമയം കൊടുത്താ എനിക്ക് റിസ്ക്. അതുകൊണ്ട് റിസ്ക് ഗവൺമെന്റ് എടുക്കണമെന്നാണോ? പ്രതിപക്ഷം കുനിച്ചു നിർത്തി ചെയ്യും. CM ഇതിനൊന്നും സമ്മതിക്കില്ല.
അല്ല തിരുപ്പതി, അല്ല പുതിയൊരു ബെൻസ് കയറി നിൽക്കുന്നല്ലോ. അതെന്റേതല്ല, നിങ്ങളുടേതാ. എന്റെ കാര്യം ഓക്കെ, പക്ഷെ CM സമ്മതിക്കില്ലല്ലോ. നാരായണ സ്വാമി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ പറയുന്നല്ലേ CM കേൾക്കാതെ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് അസംബ്ലി വെച്ച് പറഞ്ഞ കേൾക്കൂലോ. തിരുപ്പതി, നീ എനിക്കൊരു സഹായം ചെയ്യും. എന്താ? ദയവായി രാഷ്ട്രീയത്തിലേക്ക് വരരുത്. ഒരിക്കലും വരില്ല. വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന പൈസ രാഷ്ട്രീയത്തിൽ കിട്ടില്ല. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, നമ്മുടെ ഈ നാട്ടിൽ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ട്? പ്രൈവറ്റൈസേഷൻ, റോഡുകളും റെയിൽവേ കോൺട്രാക്ടുകളും പോലെ ഇപ്പോ ഗവൺമെന്റ് സ്കൂളുകളെയും പ്രൈവറ്റൈസ് ചെയ്യാൻ നടക്കുകയാ. പ്രസിഡന്റ് നിങ്ങൾക്ക് പാല് തരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സൊസൈറ്റി വന്ന് കാശ് എന്ന് വാങ്ങിച്ചോളണേ. ഒന്നും നനയ്ക്കാതെ ചെയ്യാ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അധ്യാപക ജോലിക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്ത് കാത്തിരിക്കുന്ന യുവജനതയ്ക്ക് എന്തു മറുപടിയാണ് കൊടുക്കാനുള്ളത് ഈ സർക്കാരിന്? വിദ്യാഭ്യാസത്തെ സ്വകാര്യവൽക്കരിക്കുന്ന ഈ ഗവൺമെന്റ് ഓർഡർ ഉടൻ തന്നെ പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ചാവി കൊണ്ടുപോയി നീ മാഡത്തിന്റെ കൊടുത്തേക്ക്. നാളെ മുതൽ നീ ഇവിടെ ജോലിക്ക് വരണ്ട. എന്ത് പറ്റി സാറേ? പോയി നിന്റെ മോനോട് ചോദിക്കേ. സാർ, കഴിഞ്ഞ വർഷം ചില ഓഫീസേഴ്സ് കാരണം ഗവൺമെന്റ് സ്കൂൾസിൽ ടീച്ചർമാരെ പുതിയതായി അപ്പോയിന്റ് ചെയ്യാൻ ഡിലേ ആയി. പ്രൈവറ്റ് സ്കൂൾസ് എല്ലാം ചേർന്ന് ഗവൺമെന്റ് സ്കൂൾസിനെ ടേക്ക് ഓവർ ചെയ്ത് ഹെൽപ്പ് ചെയ്തു. പക്ഷെ ഇപ്പൊ അവസ്ഥ അതല്ല. റീസെന്റ് ആയിട്ട് നടന്ന ഇന്റർവ്യൂവിൽ 500 ടീച്ചേഴ്സ് സെലക്ട് ആയിട്ടുണ്ട്. പക്ഷേ അവരെ ഉടൻ തന്നെ അപ്പോയിന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഗവൺമെന്റ് സ്കൂൾസ് എല്ലാം പ്രൈവറ്റ് സ്കൂൾസിന്റെ കോൺട്രാക്റ്റിൽ ഉള്ളതുകൊണ്ട് അവരയച്ച ടീച്ചേഴ്സാണ് പല സ്കൂളുകളിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയതായി ഞങ്ങൾക്ക് ആർക്കും ജോലി നൽകാൻ പറ്റിയില്ല. സോ ഞങ്ങൾ ഇട്ടിരുന്ന MOU ക്യാൻസൽ ചെയ്ത് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ഗവൺമെന്റ് ജിയോ റിവോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ടീച്ചേഴ്സ് എല്ലാം തിരിച്ച് അവരുടെ സ്കൂളുകളിലേക്ക് തന്നെ പോകും. മോൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. മീനാക്ഷിയുടെ അച്ഛന്റെ ആണ്ട് കാശിയിൽ വെച്ചാവാന്ന് നേർച്ചയുണ്ടായിരുന്നു. അതാ ഞങ്ങളിങ്ങനെ ധൃതി പിടിച്ച് പുറപ്പെടുന്നത്. മുത്തു, മുത്തു ചേട്ടാ, നിങ്ങൾ മുത്തുവിനെ കണ്ടായിരുന്നോ? അവ സാറായ കടയിലെടുക്കാം. തുടങ്ങടാ. +2 സപ്ലിമെന്ററി എക്സാം ഹാൾ ടിക്കറ്റ് ഓർമ്മയുണ്ടല്ലോ? ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? അമ്മയും അച്ഛനും മരിച്ചുപോയി. ഇപ്പം ഞങ്ങളും പോവാൻ പോവാ. ഞാൻ ആർക്ക് വേണ്ടി എഴുതണം? നീ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. തോറ്റടാ. എന്തിനാ നീ ഇപ്പൊ തോറ്റുന്നൊക്കെ? അവിടുന്ന് ആരെങ്കിലും ഒരാളെ എഞ്ചിനീയറിംഗിനോ ഡോക്ടറിനോ പഠിപ്പിക്കേ. ഞാൻ ജയിച്ചാലെന്ന പോലെ സന്തോഷപ്പെടും. അവരുടെ അച്ഛനും അമ്മയും ആ കുട്ടിയെ കണ്ട് സന്തോഷിക്കുന്ന സന്തോഷത്തിന് പുറകെ എന്റെ മോനുണ്ടെന്ന് ഞാൻ അഹങ്കരിക്കോടാ. ഇപ്പൊ എന്താ പറ്റിയത്? കുടിച്ചിട്ട് എന്തിനാ പിച്ചുമ്പയും പറയുന്നേ? ഒരു കുട്ടി ആഗ്രഹിച്ചത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആ കുട്ടി അന്ന് മാത്രമേ കരയൂ. പക്ഷേ അത് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത കുട്ടിയുടെ അമ്മയും അച്ഛനും ജീവിതകാലം മുഴുവൻ കരയൂടാ.
കരച്ചിൽ നിനക്കറിയില്ല. അവർ ജയിച്ചെന്ന് വിചാരിച്ചു. പക്ഷെ യുദ്ധം അപ്പോഴാണ് തുടങ്ങിയത്. ഒരുപാട് ആൾക്കാർ 11ലേക്ക് പേര് കൊടുത്തിട്ട് ഇതുവരെയായിട്ട് ആരും ചേർന്നിട്ടില്ല. എടാ വീരണ, എന്തോ ബാഗ് എടുത്തോട്ട് എങ്ങോട്ടാ പോന്നേ? ക്ലാസ് ഉണ്ട്, പോവാ. ടീച്ചേഴ്സ് വരെ 3 മാസം ആവുന്നില്ല പറഞ്ഞു. ശരിയാണല്ലോ. പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ? ഹലോ അളിയ, ആ കണക്ക് മാഷി ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഇതാ ഇവിടെ അടുത്ത് എന്നെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഞാനിപ്പോ എന്താ ചെയ്യാ? കഴുത അവൻ പഠിപ്പിക്കുന്നത് നിന്റെ സ്ഥലത്തല്ലേ? പ്രസിഡന്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നോടാ ചോദിക്കുന്നേ? ആ സ്ഥലം ആർത്താന്ന് അന്വേഷിക്ക്. സ്കൂള് പൊളിയാണല്ലേ? അതേളിയാ. എന്താ മാഷേ, എന്തൊക്കെയുണ്ട്? എന്ത് ധൈര്യമാണ് നിനക്ക്? എല്ലാം അടിച്ചു പൊളിക്കടാ. എണീക്കടാ, എണീക്കല്ല പറഞ്ഞ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവരാ പിള്ളേര് പഠിക്കുന്ന സ്ഥലം ഇടിച്ച് പൊളിച്ചത്. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയാം. നടക്ക് സ്റ്റേഷനിലേക്ക്.
മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊക്കെ ഒരുപോലെയാ. എന്താ പെറുപിറുക്കുന്ന? എന്താടാ? എത്ര രൂപ വാങ്ങി നിങ്ങള്? എന്ത്? എത്രക്കാ സാർ നിങ്ങളെ വിലയിട്ടത്? എന്താ നീ പറഞ്ഞേ? ഡോ ആ ലാത്തിങ്ങിതാ. എത്ര രൂപയ്ക്കാ നിങ്ങൾ യൂണിഫോം പണയം വെച്ചത്? തോന്നിയ ദിവസം പറയുന്നു നിന്നെ ഞാൻ. നീ പോലീസുകാരനെ തല്ലാനായോടാ? വണ്ടി എടുക്ക. സാറേ, മാഷിനെ തല്ലുന്നത് വലിയ പാവമാണ്. എന്നെ തല്ലിയവനെ വിടണോ ഞാൻ? ഡോ തല്ലി ചതക്കവനെ. പ്രസിഡന്റ് സാറേ, നമ്മുടെ ബാലാ സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിങ്ങളൊന്നു. നമ്മുടെ ബാല സാറോ? എന്താ സാറേ, വളരെ ക്ലോസ് ആയെന്ന് തോന്നുന്നു. അതെന്താന്ന് വെച്ചാ കാരണമില്ലാതെ അടിക്കാൻ പോലീസുകാർക്ക് ഭ്രാന്താണോ? അവൻ നമ്മുടെ സുബയുടെ സ്ഥലം പിടിച്ചെടുത്തിരിക്കുന്നു. സുബയ്യ കേസ് കൊടുത്ത് അവര് ഒന്ന് അറസ്റ്റ് ചെയ്തു. അതങ്ങനെയല്ല, കുട്ടികൾ പഠിക്കാൻ വേണ്ടി സുബ്ബയോട് ചോദിച്ചിട്ടാണ് ആ സ്ഥലത്ത് ക്ലാസ് നടത്തിയത്. പറഞ്ഞു കൊടുക്കടാ. പറയടൂ. നിങ്ങൾക്കൊരു ഫോൺ വന്നിട്ടുണ്ട്. ആരാ? ഇൻസ്പെക്ടറാ. ഹലോ സർ, നമ്മുടെ സ്റ്റേഷൻ മുഴുവൻ സ്കൂൾ പിള്ളേർ ആക്രമിക്കുക. 2 വീക്കിക്കോ അവര് പോയിക്കോളും. അവരുടെ കൂടെ സാറിന്റെ മോളും ഉണ്ട്. എന്ത്? നീയൊക്കെ വലിയ റൗഡികളാണോടാ? മിണ്ടാതെ നിന്റെ അച്ഛനെ പേടെ കൂടെ വീട്ടിലേക്ക് പോണം. നിന്റെ മോളല്ലേ, വിളിച്ചോട്ട് പോടാ. പോ. അവനെ ജയിലിലേക്കൊന്നും അയച്ച് ത്യാഗിയാക്കാൻ നോക്കരുത്. അവൻ ഈ നാട് വിട്ട് തന്നെ പോണം. അനാഥനായിട്ട് പോണം. സ്കൂളിന്റെ പണം മോഷ്ടിച്ചതിന്റെ കാരണം കൊണ്ടും സുബ്ബയ്യയുടെ സ്ഥലം കയ്യേറ്റം നടത്തിയ കാരണം കൊണ്ടും ന്യായം ചോദിക്കാൻ ചെന്ന നാട്ടിലെ പഞ്ചായത്ത് മെമ്പർമാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കൈകൊണ്ട് പെരുമാറിയ കാരണം കൊണ്ടും ബാലമുരുകനെ ഈ നാട്ടിൽ നിന്നും നാടുകടത്തുകയാണ്. പ്രസിഡന്റ് എന്നോട് വരാൻ പറഞ്ഞിരുന്നോ? എന്റെ ചെരുപ്പ് പൊട്ടിരിക്കുക, ഒന്ന് തുന്നിതാ. എന്താടാ, നിന്റെ മോള് വലിയ റൗഡിയാണെന്നാണോ ഭാവം? പോലീസ് സ്റ്റേഷനിലൊക്കെ കല്ലെറിയാൻ മാത്രമായോ? അങ്ങനെ അത് ഞങ്ങളുടെ സാർ. ഒന്ന് കളയും. ആ മാഷ വിടാൻ വേണ്ടിട്ട് പോലീസ് വന്നതാ മുതലാളി. ചെന്ന് എന്താ നോക്ക്. ശരി മുതലാളി. യമാനെ, അത് വേണ്ട യമാനെ. അവരെ നമ്മൾ ആരും സഹായിക്കാൻ പാടില്ല.
നിൽക്കാനോ പറഞ്ഞ? വേണ്ട വരല്ലേ മുത്തു വേണ്ട. നമുക്കൊക്കെ പഠിപ്പ് പറഞ്ഞു തന്ന മാഷാണ് അദ്ദേഹം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങയുടെ കാല് ചുറ്റി പൊളുന്നല്ലോ. എല്ലാരും വീട്ടിൽ അടച്ചിരിക്കുന്നു. മനുഷ്യരാണോ നമ്മളൊക്കെ? നന്ദിയില്ലാത്ത ജന്മങ്ങള്. എന്താ എന്താടാ കാണിക്കുന്നത് നിന്റെ മകൻ? വീരണ്ണ, നീ എന്തായി കാണിക്കുന്നത്? പ്രസിഡന്റ് അദ്ദേഹം നിന്നെ ഈ നാട്ടിൽ നിന്നും വിലക്ക് വെക്കും. ഒന്ന് പോയേ. നമ്മൾ ചേരി തന്നെയല്ലേ ജീവിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് പോകാം. അതിനൊന്നും വലിയ വ്യത്യാസമുള്ളത്. അമ്പലത്തിലിരിക്കുന്ന ദൈവങ്ങളെ പോലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സ്കൂളിൽ ഞാനത് കണ്ടു. സുഖം തന്നെയല്ലേ? ഞാൻ തന്നെ ഫോൺ വിളിക്കാനായിരുന്നത്. ഞാൻ അങ്ങോട്ട് വരാം സർ. സാർ ഇല്ലാതെ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇല്ല, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കേ, സ്റ്റുഡൻസിന് വേണ്ടി. അത് മാത്രമല്ല, ഇവിടെ ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് വെച്ചാ? വിട്ടുകളയാം മാഡം. ഹലോ ഹലോ ഹലോ. എന്താ ബാല ഇത്? എന്തു പറയാനാ, എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഹെൻസ് പ്രൂവ്ഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? എഴുതിക്കോ. E=mc². ഏതവനാടാ അത് ക്ലാസ്സിലോട്ട് ലേറ്റ് ആയിട്ട് വരുന്നേ? മാഡം സുഖാണോ മാഡം? അമ്മ എന്ത് പറയുന്നു? ഞാൻ ഇങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത്. പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? എന്റെ തെറ്റാ.
സിറ്റിന്ന് വന്ന ഒരാളെയല്ല ഞാൻ വിശ്വസിച്ചത്. എനിക്കിത് കിട്ടേണ്ടെന്നെയാ. കരയല്ലേ, അവരെല്ലാം നോക്കുന്നുണ്ട്. മാഡം ആരാ please ബാലാത്? മാഡം. അമ്മേ. ഓ സെയിൽസ് ഗേൾ ആണോ? അയ്യോ അയ്യോ ഇവർക്ക് ഇത് തന്നെയാ പണി. അമ്മേ. എപ്പ നോക്കിയാലും സോപ്പ്, വാഷിംഗ് പൗഡർ എന്ന്. ദേ ഇങ്ങോട്ട് നോക്ക്. നീ എത്ര കരഞ്ഞാലും ശരി, അമ്മേ, ഞാൻ നിന്റെ പറയുന്നത് വാഷിംഗ് പൗഡർ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ മകൻ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു. അയ്യോ അമ്മ ഇല്ലമ്മേ. അയ്യോ അയ്യോ എന്താ അമ്മേ. ഇത്? ഹാ? അയ്യോ മോളെ ഒന്ന് തലപൊക്കിക്കേ. ഇത്രയ്ക്ക് മുഖലക്ഷണമുള്ള പെണ്ണ് വേണ്ടാന്ന് പറയുന്നുണ്ടല്ലോ നീ. നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ? ഇത് നോക്കടാ, പെണ്ണുങ്ങളുടെ ശാപം എന്ന് പറയുന്നുണ്ടല്ലോ. അത് നിന്നെ വെറുതെ വിടില്ല. അതെ, ട്യൂഷൻ തീർന്നു, പോയിക്കേ. കുറച്ചു നേരം കൂടി ഇരിക്കുകയാണെന്നോ? എന്താ കാര്യം? എന്താ പറ്റിയേ? നിങ്ങളുടെ ശിഷ്യനുണ്ടല്ലോ, മഹാലക്ഷ്മിയെ പോലെ ഇരിക്കുന്ന പെങ്കുച്ചിനെ കല്യാണം കഴിക്കാന്നും പറഞ്ഞ് പറ്റിച്ച് ഗർഭിണിയാക്കിയിരിക്കുന്നു. ഗർഭമോ? ഇല്ല അമ്മേ. ഗർഭം ഉണ്ടാക്കിയില്ലേ? ഇല്ല. ഹോ രക്ഷപ്പെട്ടു. ഇത് നോക്ക്, ഈ പെണ്ണിനെ നീ കല്യാണം കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ സത്യമായിട്ട് ഞാൻ വിഷം കഴിച്ചു ചാവും. ഒന്ന് ചുമ്മാതിരിക്കാവോ? വായി തോന്നിയൊക്കെ പറയുവാ. കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കുമെന്നാ? വീട്ടിൽ എവിടെ കിടന്നുറങ്ങുമെന്നാ? നിങ്ങളുടെ ഭർത്താവ് സമ്പാദിക്കുന്നതിന്റെ പാതി എനിക്ക് സമ്പാദ്യമുള്ളൂ. ഞാനും ജോലിക്ക് പോകുന്നുണ്ടല്ലോ സർ. ആവശ്യം വന്നാ ഞാൻ ഇവിടെ ട്യൂഷൻ എടുക്കാനും റെഡിയാ. ബയോളജിക്കൊക്കെ ആരാ മാഡം ട്യൂഷന് വരുന്നേ? അങ്ങനെ തരം താഴ്ത്തണ്ട, മനസ്സിലായോ? ശാരദേ, എനിക്കും കഴിക്കാന്താ. എന്താടാ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം? അങ്ങനെ തോന്നുന്നുണ്ടോ? എടാ എന്തു പറ്റിയടാ? ഈവനിത് എന്തു പറ്റി? എന്താ കാര്യം? നാണം വന്നിട്ടാ. ഓ നാണം വന്നിട്ട് എന്തിന്? നീ ആരാ? ശാരദേ, നീ എവിടെ? ഇവളുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് മരുമകളാവാൻ പോകുന്നവളാ. സോഴവരം ഗവൺമെന്റ് സ്കൂളിലെ ബയോളജി ടീച്ചറാ. ഓ രണ്ടുപേരും പ്രേമത്തിലാന്നേ. ചെക്കനൊന്നും പറഞ്ഞില്ലല്ലോ. പിള്ളേരൊക്കെ എന്ത് പറയുന്നു മാഡം? പുതിയ ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടോ? താങ്ക് യു. സ്കൂൾ മുഴുവൻ എം ടി ആണ് സർ. പുതിയ ടീച്ചേഴ്സ് ആരും ശരിയല്ല. ലോങ് ലീവ് എടുത്തിട്ട് പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്തു. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സർ. വേറെ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ സംസാരിക്കാം മാഡം. എന്തുകൊണ്ടോ എനിക്കും ഈ ടീച്ചിങ് പ്രൊഫഷൻ ശരിയാവുന്നില്ലെന്ന് തോന്നുന്നേ. വേറെ എന്തെങ്കിലും ലൈനിൽ ജോബ് ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ചേട്ടാ എനിക്ക് പുസ്തകം വാങ്ങാനാ. ട്യൂഷൻ എടുക്കുന്നത് നിർത്താനുള്ള ആലോചനയുണ്ട്. എന്താടാ പിച്ചെടുക്കുന്ന പുതിയ ഫാഷനാണിത്? അങ്ങനെയൊന്നും പറയല്ലേ. ഇതിലെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിച്ചോ. ഞാൻ ഓക്കെയാണ് സർ. സർ can I get 10 rupees? Sir, 10 rupees please. എന്റെ അച്ഛനെ പഠിത്തം നിർത്തിയിട്ട് എന്നെ ഹോട്ടൽ ജോലിക്ക് വിട്ടു. ഒരു ദിവസം 20 രൂപ കിട്ടും. പിന്നെന്തിനാ ഭിക്ഷ എടുക്കുന്നത്? അതോ, എന്നാലേ എനിക്ക് ഒരു ദിവസം 30 രൂപ മുതൽ 40 രൂപ വരെ കിട്ടൂ. 20 രൂപ എന്റെ അച്ഛന്, 20 രൂപ എന്റെ പഠനത്തിന്. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാൻ നിനക്കൊരു 20 രൂപ തരാം. കൊണ്ടുപോയി നിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുക്ക്. നിനക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി മാത്രം വരാം. ശിഷ്യന് പറ്റിയ ഗുരുവാണല്ലോ. എന്താ പറഞ്ഞേ? തമാശ പറഞ്ഞാണോ സർ? സീരിയസ് ആയിട്ട് പറയാ. പറ മോനെ, പഠിക്കോ ഇല്ലയോ? ഞാൻ പഠിക്കാം സർ, ഉറപ്പായും പഠിക്കാം. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി അമ്മയോട് പറയട്ടെ. അപ്പൊ ഞാൻ പോവാണേ. ഇതാണ് സർ എനിക്ക് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പഠിത്തം എല്ലാ കുട്ടികൾക്കും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് അവരെ നിങ്ങളെ കൈയൊഴിയാൻ പോവാണോ? സർ, എന്നെ കൊണ്ട് പറ്റുന്നില്ല മാഡം. ഞാൻ തോറ്റുപോയി. സാർ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പക്ഷെ തോറ്റുപോയാൽ നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന 45 സ്റ്റുഡൻസ് തോറ്റുപോയതുപോലെയാ. എനിക്ക് വിഷമമില്ലെന്നാണോ? അവര് ജയിക്കണം.
അങ്ങനെയല്ലേ? പക്ഷെ എങ്ങനെയാ? എനിക്ക് ആ നാട്ടിൽ കാലുകുത്താൻ കഴിയില്ല. സർ, നിങ്ങൾ വരുന്നതിന് മുൻപ് വരെ അത് വെറും ഒരു ബിൽഡിംഗ് മാത്രമായിരുന്നു. നിങ്ങളാണ് അത് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്കൂളാക്കി മാറ്റിയത്. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ആ നാട്ടിൽ പോയില്ലെങ്കിൽ പോലും ഞാൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ആ നാട്ടിൽ എത്തിയാൽ പോരെ? എത്തും. ആ സാർ വരൂ സാറേ. ഏതാ സുഖല്ലേ? കണ്ടിട്ട് കുറെ നാളായല്ലോ സാറേ. സാറേ സംഭവിച്ചെല്ലാം അറിഞ്ഞു. മനസ്സിന് ഭയങ്കര വിഷമം തോന്നി. ഇല്ല, കുഴപ്പമില്ല. എനിക്കൊരു സഹായം വേണമായിരുന്നു. ചോദിച്ചോളൂ സാറേ. ഇന്ന് തന്നെ കാണുക നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അഭിനയിച്ച അരുണാചലം എന്ന സിനിമ. ഈ പീസ് പടങ്ങൾക്കൊന്നും ഇപ്പൊ വരുമാനമില്ല. കുടുംബ ചിത്രങ്ങളൊക്കെ ആദ്യം തന്നെ തുടങ്ങിയാലേ നല്ല വരുമാനമായിരിക്കും. ആദ്യ ദിവസം മാത്രം ഈ നാട്ടിലെ പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾക്ക് 6 മണിക്ക് സൗജന്യമായി കാണിക്കുന്നതാണ്. എല്ലാവരും വന്ന് സന്തോഷത്തോടെ കാണുക. ആരും മറക്കല്ലേ, നമ്മുടെ ലക്ഷ്മി ടാക്കീസ്. ലക്ഷ്മി ടാക്കീസ് എന്റെ ഖജാന നിറയ്ക്കാനുള്ള വഴി കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ഗോപിക, വൈകുന്നേരം 6 മണിക്ക് മറക്കാണ്ട് തിയേറ്ററിലേക്ക് വന്നേക്ക്. ഫ്രണ്ട്സിനോടൊക്കെ പറയണേ. നിങ്ങൾ വൈകുന്നേരം അങ്ങോട്ടേക്ക് വരണം സർ. ഇത് ടെക്നിക്കലി പോസിബിൾ ആണോ സർ? മാഡം, സിംഗപ്പൂരിൽ നല്ലൊരു പ്രൊജക്ടർ വന്നിട്ടുണ്ട് മാഡം. VCRൽ കണക്ട് ചെയ്ത് നന്നായിട്ട് പ്ലേ ചെയ്യാം. കുട്ടികൾക്ക് മാത്രം പൊയ്ക്കോ. ഈ ഷോ നിങ്ങൾക്കല്ല മക്കളെ, വലിയ പിള്ളേർക്കാ. നിങ്ങൾ പോയിട്ട് വാ. നീ എവിടേക്കാ? സാരമില്ല, അവരും വരട്ടെ. എന്താണത്? ഇത് അരുണാചലത്തിന്റെ പറഞ്ഞിട്ട് എന്താടാ മക്കളെ, എന്ന് പറയുന്നു? ഫോക്കസ് സാർ, ഫോക്കസ്. ഫോക്കസ്. എന്ത്? ഓക്കെ ആണോ? റെഡി സാർ, ആക്ഷൻ. ഓക്കെ. അപ്പോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്നെയൊക്കെ നിങ്ങൾ ഓർക്കാറുണ്ടോ? എൻ്റെ മൈൻഡിൽ എപ്പോഴും നിങ്ങളെ ഉള്ളു കേട്ടോ. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ല. ഇനി അങ്ങനെ ഒരു തെറ്റ് ഉണ്ടാവില്ല. എക്സാമിന് ഇനി 1 മാസം കൂടിയല്ലേ ഉള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. ഇന്ന് മുതൽ 6 മണി തൊട്ട് 9 മണി വരെ ഇവിടെയാണ് നിങ്ങളുടെ ക്ലാസ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഞാൻ ഇവിടെയാണ് എടുക്കുന്നത്. തനികാചലം സാറും മീനാക്ഷി മാഡമും ബാക്കി സബ്ജക്ട്സിലും സ്കൂളിലെടുക്കും. +1 പോലെ 70% 80% പോരാ. ഇത്തവണ എല്ലാവരും 90% കുറവ് മേടിക്കാൻ പാടില്ല. 90%? അതൊക്കെ നിങ്ങൾ മേടിച്ചോളും, എനിക്കറിയാം. പക്ഷേ
നമ്മുടെ ടാർഗറ്റ് 12th മാർക്സ് മാത്രമല്ല. എന്നാ പേടിച്ചു പോയോ കുമാര്? എത്ര ദിവസം ഇങ്ങനെ പേടിക്കുന്നേ? എത്ര നാളെ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നേ? നന്നായിട്ട് പഠിക്കണം. നിങ്ങളെല്ലാവരെയും കുറിച്ചും ഈ നാട് അഭിമാനത്തോടെ സംസാരിക്കണം. നിനക്കൊക്കെ എന്തിനാ പഠിത്തമെന്നും പറഞ്ഞ് ആക്ഷേപിച്ചവരുണ്ട്. നിങ്ങളൊക്കെ അന്തസ്സിനെ നോക്കി ചോദ്യം ചെയ്തവരുണ്ട്. പെൺകുട്ടികൾ ജനിക്കുന്നത് കല്യാണം കഴിപ്പിച്ചയക്കാനായിട്ട് മാത്രമാണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കണം. നിങ്ങളെ കാണണമെങ്കിൽ അങ്ങനെ തല ഉയർത്തി വേണം നോക്കാൻ. അതിനുവേണ്ടി നമ്മൾ തപസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. ആ ഒരു തപസ്സില് എന്നോടൊപ്പം നിൽക്കാൻ ഇവിടെ ആരൊക്കെയുണ്ട്? കൈപൊക്ക്. സാർ, സാർ ഇവിടെ എന്ത് ചെയ്യാ? ഈ സെന്ററിലെ ഇൻവിജിലേറ്റേഴ്സ് ഹെഡ് നിങ്ങളല്ലേ? അതെ സർ. ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അവരെ ശ്രദ്ധിക്കാതെ വിടണമെന്ന് പറഞ്ഞിരുന്നു. വിട്ടല്ലോ അല്ലേ? സാറ് പറഞ്ഞ പിന്നെ കാണാം. ഓക്കെ, ശരി സർ. താങ്ക് യു സർ. സർ സുഖാണോ സർ? ഹു ആർ യു? ഞാൻ മുത്തുപാണിന്റെ മോളാ സർ. പാണ്ഡ്യന്റെ മോൾ? സാറിന് മനസ്സിലായില്ലേ? നമ്മുടെ പ്രസിഡന്റിന്റെ മോളാ. ഇവിടെ എന്താ ചെയ്യുന്നത്? സർ പ്ലസ് 2 എക്സാമിന്റെ സെന്റർ ഞങ്ങൾക്ക് എവിടെയാ? ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് എക്സാമാ. ഓഹോ. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാം സാർ. ശരി സാർ, പോയിട്ട് വരാം സാർ. സാർ വരാൻ പറഞ്ഞിരുന്നു. പേര് ബാലമുരുകൻ. എവിടെയുള്ള നോക്ക്. ഇവളെന്താ രാത്രി മുഴുവനും പഠിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മകൾക്ക് എഞ്ചിനീയർ ആണ്. ബാല ഇവിടെ ഇല്ല സാർ. പക്ഷെ ക്ലാസ് എടുക്കുന്നത് വീഡിയോ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് ഇവിടെ തിയേറ്ററിൽ പ്ലേ ചെയ്യണം. വീഡിയോ ക്ലാസ്സോ? അതെ സാർ. ഹലോ. ആ, അവ നിന്റെ സ്ഥലത്ത് ഒരു സിനിമാ തിയേറ്ററിൽ വീഡിയോ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. നീ വീട്ടിൽ ജോളിയായിട്ട് TV കണ്ടോണ്ടിരിക്കുക? അയ്യേ, അതല്ല അളിയ. ഞാൻ അവനെ വീഡിയോ ക്ലാസ് എന്ന് വെച്ചാൽ എന്താ അളിയ? ഞാൻ പറയുന്ന കേക്ക്. നാളെ TNPC എക്സാം ഉണ്ട്. അവിടുന്ന് ആരും ആ എക്സാം എഴുതാതെ നോക്കിയാൽ മതി. അളിയ, അന്യായത്തിനും അക്രമത്തിനും ഒരു പരിധിയുണ്ട്. അത് മറികടന്നാൽ രാഷ്ട്രീയത്തിൽ നമ്മളില്ലാതെയാകും. എന്നെങ്കിലും ഒരു ദിവസം നിന്നെ കണ്ടു എനിക്ക് പ്രയോജനം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും ദിവസം നീ എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അറിയാതെ പോയി. ജസ്റ്റ് പറഞ്ഞതാണ്. എന്താണ് ഇത്രയും വൈകിയേ? അമ്മേ, അത് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ. ഹേയ്, ഒന്നും പറയില്ലേ? അങ്ങനെയല്ലെന്നേ. ഒന്നിനോ കാണാൻ പോകുന്ന ഒരു പെണ്ണ് ഇത്രയും വൈകി വന്നിട്ടും ചോദിക്കാൻ പാടില്ലേ? നീ അകത്ത് പോ. നിങ്ങളുടെ മകളെ മാത്രം ഒന്നും പറയാൻ പാടില്ല. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ മോളെ? പഠിക്കുന്നുണ്ട് അച്ഛാ. ശരി, ചെന്ന് ഉറങ്ങ്. പഠിച്ച് നന്നായിട്ട് എക്സാം എഴുത്. ശരി അച്ഛാ. ഇതിന്റെയൊക്കെ ആൻസർ അറിയാലോ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. മിണ്ടാതെ അവിടെ ഇരുന്നോണം. 3 മണിക്കൂറത്തേക്ക് ബസ് ഞങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ആരും മിണ്ടാൻ പാടില്ല. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾക്ക് എക്സാം എഴുതണ്ടേ? വച്ചു ഒന്നോണ്ട് എന്താ ദേഹത്തോട്ട് കളിക്കുന്നേ? ഗോപാലകൃഷ്ണ, നോ ബാഡ് വേർഡ്സ്. എല്ലാവരും അവിടെ നിന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. മഹാലക്ഷ്മി, ബുക്ക് എടുക്ക്. ഞാൻ എന്താ പറഞ്ഞു? നിങ്ങൾ എന്തുവാടാ ചെയ്യുന്നേ? നിങ്ങൾക്ക് ആർക്കും പേടിയില്ലടേ? ഇല്ലടാ. എന്താടാ
വർഷം ഇത് വീര്യമിന്ന് ജ്വലിക്കട്ടെ. ജന്മശക്തികളെ ഓടിച്ചിട്ട് പടയുക. ഉയർന്ന അഗ്നി ജന്മം ആരതി തന്നെ പോർക്കണം. ഭയമരുതേ യുദ്ധത്തിനൊരു വീരനെ. പുതുതലമുറ മോചനത്തിനായി നടപടികളിൽ നടുവിന്റെ വിറ നിലനടുങ്ങുന്നു കൂട്ടരെ. സ്വീകരിക്കി വിദ്യയേതു സ്വീകരിക്കി ഒറ്റകൾ പോരാളി ഇവൻ. പൊടികളാ എടാ വാടാ വേഗം കീഴി പൊളിക്ക. നൽകിയവൻ വീരശൂര രാജനിവൻ. ചടുല താളം ഏറ്റെടുത്തവൻ. രാവ് പകലും ജ്വലിച്ചിരുന്നവൻ. അടകുടഞ്ഞ നീ ധൈര്യ പോരാളി നീ. ഭയമരുതേ യുദ്ധം തുടരു വീരനെ. മുറുകണ് മുഖം ചോന്ന് കൊടുക്കണ്. നെഞ്ചു പടപടക്കണ്. പിടിലിടി മുഴങ്ങണ്. സ്റ്റുഡൻസ് എല്ലാവരും കാഴ്ച കാണാണ്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഡ്രൈവർ ബസ് എടുക്ക്. ഓക്കെ മാഡം. ചേട്ടാ ചേട്ടാ ഒന്ന് വണ്ടി നിർത്താവോ ചേട്ടാ? ചേട്ടാ പിള്ളേർ എക്സാം എഴുതാനായിട്ട് ടൗൺ വരെ പോകണം. നിങ്ങളുടെ വണ്ടിയിൽ ഒന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? ഈ ചാക്കുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ മോനെ. വണ്ടിയിലിരിക്കാൻ സ്ഥലം പോലും ഇല്ല. വളരെ ബുദ്ധിമുട്ടാ. ചേട്ടാ ഒന്ന് ആലോചിക്ക് ചേട്ടാ. ഇവരുടെ ഭാവി തന്നെ ഇതിലായിരിക്കുന്നത്. പറഞ്ഞ എടോ വല്യപ്പാ, എന്തായി ചെയ്യണേ? നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ചാക്കെന്തിനാ താഴെ വലിച്ചെടുത്തേ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഇതെന്റെ കടമയാടാ. ഇത് ഇന്നല്ലെങ്കിൽ പോലും നാളെയാണെങ്കിലും വെക്കാൻ പറ്റും. പിള്ളേര് പഠിക്കുന്നോണ്ട് പരീക്ഷ എഴുതാൻ പോവുക. അവരുടെ ഭാവി ജീവിതം തന്നെ അതിലല്ലേടാ. വേഗം ഒന്ന് താഴെ ഇറക്ക്. വേഗം വേഗം. എന്താടാ എല്ലാം നോക്കി നിൽക്കുന്നത്? പെട്ടെന്നാകട്ടെ, എല്ലാം ഇറക്കിയിട്. ഒന്ന് വേഗം ആട്ടടാ. ഇട് ഇട്.
കേറിയാട്ടെ കേറിയാട്ടെ. ഒരുപാട് നന്ദിയുണ്ട്. അതൊന്നും സാരമില്ല. ഇന്ന് ഞങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ടാ ചേട്ടാ. പേടിയാവുന്നു ചേട്ടാ, ഒന്ന് നോക്കി പറയാമോ? എല്ലാവർക്കും റാങ്ക് കിട്ടിയോ സാർ? സാറിന് എന്താണ് റാങ്ക്? കൃഷ്ണ 41 മെഡിക്കൽ. സുരേഷ് 59 മെഡിക്കൽ. ദിവ്യ 21 മെഡിക്കൽ. ആനന്ദി 55 എഞ്ചിനീയറിംഗ്. വി അങ്കേർകന്നി 33 മെഡിക്കൽ. എൻ രാമസ്വാമി 29 എഞ്ചിനീയറിംഗ്. എം വരലക്ഷ്മി 30. പി മഹാലക്ഷ്മി 15. സി പത്മാവതി 8. ജി പ്രമില 33. എസ് വീരണ്ണ 14. നമുക്ക് എല്ലാവർക്കും മെഡിക്കൽ കിട്ടി. ഹാപ്പിയാടാ സാറേ. 45 റാങ്കാണോ സാറേ? 46. അതെങ്ങനെയാണ് സാറേ? ടോട്ടൽ തന്നെ 45 സ്റ്റുഡൻസ് ആണല്ലോ. എ എം കുമാർ ഫസ്റ്റ് റാങ്ക്. എ എം കുമാർ ആരാ? എന്നെ ചേർത്ത് 46. സാറേ ഇതെല്ലാം നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. നിന്റെ ശരിക്കുള്ള പേരെന്താ? ആനന്ദ് മുത്തുവേൽ കുമാർ. ഇത് ഇത്തിരി വലുതാണല്ലോ. സമരമായല്ലോ ബാല.
9th റാങ്ക് അല്ലേ? എന്തൊക്കെയാണെങ്കിലും മാസത്തിൽ ഒരു 3000 മുതൽ 4000 വരെ ചെലവാക്കേണ്ടി വരും. അല്ല, നിങ്ങൾ മാസത്തിൽ 800 രൂപയല്ലേ സമ്പാദിക്കുന്നേ? അതേ മന്നെ. അതൊന്നും സാരമില്ല. നിങ്ങൾ കടം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മകന്റെ പഠിത്തം തീരുന്നവരെ ചെലവ് ഞാൻ ചെയ്തോളാം. ഉന്നത വിദ്യാഭ്യാസത്തിന് അമേരിക്കയിലേക്ക് അയക്കാം. നിനക്ക് കോയമ്പത്തൂരിൽ സബ് ഇൻസ്പെക്ടർ ജോലി അറേഞ്ച് ചെയ്തുതരാം. നിന്റെ അമ്മയ്ക്ക് ടൗണിൽ ഒരു ഹോട്ടൽ വെച്ച് തരാം. നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നീ വാങ്ങിയ മാർക്ക് തിരുപ്പതി കോച്ചിങ് സെന്ററിൽ പഠിച്ചതുകൊണ്ട് കിട്ടിയതാണെന്ന് പറയണം. ഞങ്ങളുടെ സെന്ററിൽ ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ചതായിട്ട് ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുക. നിങ്ങളുടെ പേരൻസിന് നഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇനി അത് നിനക്കുള്ളതാണ്. മുനിസിപ്പാലിറ്റി ചെയർമാൻ പോസ്റ്റ്. ദാ വച്ചോ. സർ, ബാലനെ വിളിച്ചിട്ടൊന്നു സർ. നിന്റെ സ്റ്റുഡൻസ് എല്ലാവരും എനിക്ക് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ റാങ്ക് എങ്ങനെ കിട്ടിയെന്ന് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ പോലും തിരുപ്പതി എന്ന് പറയും. പബ്ലിക്കിൽ നിന്റെ പേരെങ്ങാനും അവർ വിളിച്ചു പറഞ്ഞാൽ ഒരുത്തനും ഫ്യൂച്ചർ ഇല്ലാതെ ആക്കിക്കളയും. മനസ്സിലായോ? അന്നൊരു ദിവസം, ദാറ്റ് അസംബ്ലി ഡേ, നിന്നെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. ഒരുപാട് ദൂരത്തായിരുന്നു. സെന്റിമീറ്റർ സൈസിലിരുന്നിട്ട് എന്നെ തീർക്കാന്ന് വിചാരിച്ചോ? തിരുപ്പതി സാർ, കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ പറഞ്ഞായിരുന്നു 0 ഫീസ് 0 എഡ്യൂക്കേഷൻ, മോർ ഫീസ് മോർ എഡ്യൂക്കേഷൻ ഒക്കെ. ആ ബോർഡിൽ കാണുന്ന എൻ്റെ സ്റ്റുഡൻസ് ആരും തന്നെ 1000കണക്കിന് രൂപ ഫീസ് കെട്ടിയിട്ടില്ല ഈ റിസൾട്ട് നേടിയേ. നിങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി അവരുടെ റിസൾട്ടിനെയും അവരുടെ വിജയത്തിനെയും മേടിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇത് ജയത്തിന്റെ കണക്കാണോ? ഓക്കെ സർ, താങ്ക് യു സർ. ടേക്ക് കെയർ സർ. നിങ്ങളെ ഒന്നും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ, നിങ്ങളെ ഒന്നും വിലയില്ലാത്ത ഒരു മനുഷ്യൻ നിങ്ങളുടെ വീടിന് മുന്നേ വന്ന് നിന്ന് അയാളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിങ്ങൾക്ക് അയാളുടെ ബ്രാൻഡ് അംബാസഡർ ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ബൂസ്റ്റിന് സച്ചിനെ പോലെ. ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചേ. ഇപ്പൊ അത് നേടി. സൂപ്പർ. പോയി സൈൻ ചെയ്തിട്ട് വാ. കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തേക്ക്. വിദ്യാഭ്യാസം ഒരു കച്ചവടമായിട്ട് മാറിയിട്ട് ഒരുപാട് വർഷമായി. ഫ്യൂച്ചറിൽ അതൊരു വലിയ വ്യാപാരമായിട്ട് മാറും. ഇപ്പോൾ +1 +2 സ്റ്റുഡൻസിന് അടുത്തുനിന്ന് മേടിക്കുന്ന ഫീസ് ഭാവിയിൽ LKG UKG സ്റ്റുഡൻസിന് അടുത്തുനിന്നവരെ മേടിക്കും. തിരുപ്പതി എന്ന ആള് നമ്മൾ നേരിട്ട് കണ്ട ഒരാളാണ്. ഈ നാട്ടിൽ അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ പഠിത്തത്തിന്റെ ചെലവെല്ലാം തിരുപ്പതിയാണ് നോക്കുന്നത്. നോക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് കൊടുത്ത വാക്കുകളെല്ലാം നിറവേറ്റുന്നുണ്ടോ? നിറവേറ്റട്ടെ. ഹയർ സ്റ്റഡീസിന് ഫോറിൻ അയക്കുന്നുണ്ടോ? അയക്കട്ടെ. അയാളുടെ ഈഗോ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വേണം മുന്നേറാൻ. നല്ലൊരു പൊസിഷനിൽ സെറ്റിലായേക്ക്. അതിനുശേഷം വിദ്യാഭ്യാസം വാങ്ങാൻ പറ്റാത്തവർക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം. നിങ്ങൾ ജയിച്ചതുപോലെ അവരെയും ജയിപ്പിക്ക്. ഇവിടെ 46 പേരില്ലേ? നിങ്ങൾ വിചാരിച്ച എത്ര പേരുടെ ജീവിതം മാറ്റാൻ കഴിയും? സൈൻ ചെയ്തേക്ക്. ഞാൻ തിരുപ്പതി കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ദിവസം എനിക്ക് മറക്കാനേ പറ്റില്ല. ടീച്ചേഴ്സ് എൻ്റെ കഴിവെല്ലാം കണ്ടുപിടിച്ച് എന്നെ ഒരുപാട് സഹായിച്ചു.
നീ ഇരിക്കേണ്ട സ്ഥലം അതാ. ഓ, ഞാൻ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ ശിക്ഷിക്കും. അവരാണ് ശരിയായ വഴിയെല്ലാം കാണിച്ച് എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. എനിക്കിന്ന് ഒരു ലക്ഷ്യം ഉണ്ടാക്കി അതിലെന്നെ വിജയിപ്പിക്കാൻ വെച്ചത്. എനിക്ക് അമ്മയും അച്ഛനില്ല. തിരുപ്പതി കോച്ചിങ് സെന്ററാണ് എൻ്റെ ഫാമിലി. അവിടെ അവരുടെ മാതാപിതാക്കളൊപ്പമേ വരുന്നത്. എനിക്ക് അതുമാതിരി ആരുമില്ല. അദ്ദേഹം വരുമെന്ന് ചോദിക്കുമോ? അദ്ദേഹം പോയി. വരം തന്നതിന് ശേഷം ദൈവം എങ്ങനെ മാഞ്ഞു പോകുമോ അതേപോലെ മാഞ്ഞു പോയി. അദ്ദേഹം അവിടെ ഇരുന്നാൽ തിരുപ്പതി കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചു കാണും. അതുകൊണ്ട് അദ്ദേഹം പോയി. അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾ ബാലസാറിനെ കണ്ടതേയില്ല. ഏത് സിനിമാ തിയേറ്ററിലാണോ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ബാലസാർ ക്ലാസ് എടുത്തതോ ആ തിയേറ്റർ ഇപ്പോൾ ഞങ്ങൾ കോച്ചിങ് സെൻ്ററാക്കി മാറ്റി. ഞങ്ങൾ 46 പേരും വർഷം മുഴുവനും മാറി മാറി വന്ന് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. ഇവിടെ വിദ്യാഭ്യാസം ഞങ്ങൾ വിൽക്കുന്നില്ല, പ്രസാദമായാണ് നൽകുന്നത്. ബാല സാർ ഇപ്പൊ എവിടെയുള്ള സാർ? അറിയില്ല. ചേട്ടാ, ഒരു പെണ്ണ്. എന്നാ താങ്ക്സ്. നിനക്ക് പഠിക്കാൻ